പ്രിയപ്പെട്ട ഉപ്പയോട് സലാം പറയുകയാണ്. അല്ലാഹുവിന്റെ റസൂൽ സലാം അടക്കുകയാ. അവിടെന്ന് ചോദിക്കുന്ന മോള് ഫാത്തിമ, നബി മകൾ പോവി ഫാത്തിമ ബീവി പറഞ്ഞത് അജബാണ്. അവിടമിലായി മനസ്സകം തേടി ഫാത്തിമ കരഞ്ഞാറ്. മുഹമ്മദിൻ മകള് പരിശുദ്ധ കരള് ഫാത്തിമ പറഞ്ഞാനേ. ഉടനെ അജബോട് റെഡി പറയാ ഫാത്തിമ പറഞ്ഞാനേ. ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹാ അല്ലാഹുവിന്റെ ഹബീബായ റസൂലുള്ളാഹിന്റെ മുമ്പിലേക്ക് വരുമ്പോ എന്റെ മുമ്പിൽ നിന്നുകൊണ്ട് വാതു കേൾക്കുന്ന എന്റെ പ്രിയപ്പെട്ടവരെ, ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹാ അവിടത്തേക്കതാ കടന്നു വന്നത്. വെറുതെ ഇന്നത്തെ പ്രിയപ്പെട്ട മക്കള് ഉപ്പാന്റെ മുമ്പിലേക്ക് നല്ലതുപോലെ വരുന്നത് പോലെയല്ല, ഉമ്മാന്റെ മുമ്പിലേക്ക് വരുന്നത് പോലെയല്ല. പിന്നെന്തിനാ വന്നതെന്നറിയോ? ലോകത്തിന്റെ നേതാവിന്റെ മുമ്പിൽ വന്നിട്ട് ഒന്നുപോലും വിട്ടുപോകാതെ ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം തുടങ്ങിയിട്ട് ഇന്നേവരേക്ക് പ്രിയപ്പെട്ട ഉപ്പ അവിടത്തെ പാഠം പോലും പഠിക്കാ എന്റെ മനസ്സിന് വല്ലാത്ത സന്തോഷമാ. അതുകൊണ്ട് കടന്നു വന്നതാ നബിയേ. അല്ലാഹുവിന്റെ റസൂൽ കൊടുക്കുന്ന ഫാത്തിമ ആദം നബിയുടെ ആദം നബിയുടെ പാഠം ഞാൻ പറഞ്ഞു തരാ. ഈസ നബിയുടെ പാഠം പറഞ്ഞു തരാ. ശീസ നബിയുടെ പാഠം പറഞ്ഞു തരാ. ദാവൂദ് നബിയുടെ പാഠം പറഞ്ഞു തരാ. ഏത് നബിമാരുടെ പാഠം വേണോ അതെല്ലാം പറഞ്ഞു തരാം ഫാത്തിമ. ഒന്നും വിടില്ല ഫാത്തിമ. അല്ലാഹുവിന്റെ റസൂൽ ഓതുകയാ, യാ ഫാത്തിമ യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ ഹഖ തുഖാതിഹി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹാ അള്ളാന്റെ ഹബീബിന്റെ മുമ്പിൽ വന്നുകൊണ്ട് കാര്യം പറഞ്ഞപ്പോൾ അവിടെ നിന്ന് ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹയ്ക്ക് നബി തങ്ങൾ ആദ്യം ഓതി കൊടുത്തൊരായത്താണ് യാ അയ്യുഹല്ലദീന ആമനു. അല്ലയോ വിശ്വസിച്ചതായ കൂട്ടരെ, സുബഹി നമസ്കരിച്ചവരെ, അസർ നമസ്കരിച്ചവരെ, ഇശാ നമസ്കരിച്ചവരെ, ഓരോരുത്തരെ വിളിച്ചുകൊണ്ടാ പറയുന്നത് യാ അയ്യുഹല്ലദീന ആമനു. അല്ലയോ വിശ്വസിച്ചതായ കൂട്ടരെ, ഇത്തഖുല്ലാഹ്, അല്ലാഹുവിനെ നിങ്ങൾ സൂക്ഷിക്കണം. അല്ലാഹുവിനെ നിങ്ങൾ സൂക്ഷിക്കണം. ഹഖ തുഖാതിഹി, സൂക്ഷിക്കേണ്ടുന്ന രൂപത്തിൽ അല്ലാഹുവിനെ നിങ്ങൾ സൂക്ഷിക്കണം. വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞു പോകുമ്പോ മുസ്ലിമായിട്ടല്ലാതെ മുഅ്മിനായിട്ടല്ലാതെ വിട പറഞ്ഞു പോകാൻ പാടില്ല എന്നുള്ള വിശുദ്ധമാക്കപ്പെട്ട ഖുർആനിന്റെ ആയത്ത് ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹയുടെ മുമ്പിൽ ഓതി കൊടുത്തു. ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹ അവിടുന്ന് പറഞ്ഞു, ഇനി എന്തൊക്കെയാ പഠിക്കേണ്ടത്? അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, മോളെ ഫാത്തിമ, നിന്റെ മുമ്പിൽ ഞാൻ ഓതിയിട്ട് ആയത്തില്ലേ, ആ ആയത്തേതാണെന്ന് എന്റെ പൊന്നുമോക്ക് നല്ലതുപോലെ ഞാൻ പറയാറ് എന്റെ പൊന്നുമോക്ക് അറിയാമല്ലോ. അയ്യുഹല്ലദീന ആമനൂ, അല്ലയോ വിശ്വസിച്ചതായ കൂട്ടര്, സുബഹി നമസ്കരിച്ച മനുഷ്യ, ഇശാ നമസ്കരിച്ച മനുഷ്യ, അല്ലാഹുവിനെ നിങ്ങൾ സൂക്ഷിക്കണേ. അല്ലാഹു നിങ്ങള് വഴിപ്പെടണേ, റബ്ബിനെ നിങ്ങൾ വഴിപ്പെടണേ. ഹഖ തുഖാതിഹി,
സൂക്ഷിക്കേണ്ടുന്ന കോലത്തില് സൂക്ഷിക്കേണ്ടുന്ന രൂപത്തിൽ അല്ലാഹുവിനെ സൂക്ഷിക്കണേ. ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹ അല്ലാഹുവിന്റെ റസൂലിനോട് ചോദിക്കുകയാ, എന്റെ പ്രിയപ്പെട്ട പിതാവേ, ഏതൊക്കെയാണ് പ്രിയപ്പെട്ട പിതാവ് ഒന്നാമതായിട്ട് എനിക്കൊന്ന് പറഞ്ഞു തരുമോ? അതിൽ ഒന്നാമതായി നബി തങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുകയാ, എന്റെ പൊന്നുമോള് ഫാത്തിമ, അല്ലാഹുവിനെ സൂക്ഷിക്കാൻ പറഞ്ഞ ഒന്നല്ല രണ്ടല്ല മൂന്നല്ല എത്ര കാര്യങ്ങൾ പറഞ്ഞാലും തീരൂല്ല ഫാത്തിമ. അതിൽപ്പെട്ട കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു തരാ. ഒന്നാമത്തെ എന്റെ പൊന്നുമോള് നമസ്കാരം മുടങ്ങാതെ നമസ്കരിക്കൂ ഫാത്തിമ. ഒന്നാമത് റബ്ബിനെ സൂക്ഷിക്കാൻ പറഞ്ഞത് നമസ്കാരം മുടങ്ങാൻ പാടില്ല. ഇന്നിപ്പോ ദിക്ർ ചെല്ലാനും തസ്ബീഹ് ചെല്ലാനും സ്വലാത്ത് ചൊല്ലാനും എല്ലാത്തിനും നമ്മൾ ഉഷാറാണ് അല്ലേ? നമസ്കരിക്കാനൊക്കെ വല്ലാത്ത ഗമയ നമുക്ക് അല്ലേ? എന്റെ പ്രിയപ്പെട്ടവരെ, ഒന്ന് ചിന്തിച്ചു നോക്ക്. അള്ളാന്റെ പള്ളി വന്ന് നല്ലതുപോലെ നമസ്കരിക്കും, ഇബാദത്ത് ചെയ്യും, സ്വതക്ക ചെയ്യാൻ നമ്മുടെ നാട്ടുകാരൊക്കെ മുൻപന്തിയില്ല. ഇനി എന്തൊക്കെയാണെങ്കിലും എന്തില്ല ഒരു വിഷയമില്ല. 10,000 1000 10,000 അള്ളാന്റെ പള്ളിക്ക് വേണ്ടി ചോദിച്ചാൽ കൊടുക്കാത്തവരാരുമില്ല. ഏതുപോലെ ഒരു ഉമ്മ എന്താ ചെയ്യുന്നത്? ഒരു ഉസ്താദെ നാളെ നിങ്ങൾ എന്റെ വീട്ടിലേക്കൊന്ന് പറഞ്ഞു. ഉസ്താദ് വെച്ചാൽ എന്താ കാര്യം? അത് കാര്യം പ്രത്യേകിച്ചൊന്നുമില്ല, എനിക്കൊരു കിണർ ഒഴിക്കാണ്ട്. ആയിക്കോട്ടെ, ഇൻഷാ അല്ലാഹ്, കുഴപ്പമില്ല, ഞാൻ രാവിലെ എത്തി. സുബഹി നമസ്കാരം കഴിഞ്ഞ പാടെ ഉസ്താദ് വീട്ടിലേക്ക് പോയി. വീട്ടിലേക്ക് ചെന്നു, ഒരു കുറ്റിയെടുത്ത് കൈ കൊടുത്തു. ഉസ്താദെ, കുറ്റിയൊക്കെ റെഡിയാണ്, ഇൻഷാ അല്ലാഹ് ഉസ്താദിന് ഇഷ്ടപ്പെട്ട ഒരു സ്ഥലം നോക്കി അത് കണ്ടിട്ട് കുറ്റി അടിക്കാന്ന് പറഞ്ഞു. അൽഹംദുലില്ലാഹ്, സന്തോഷമായി. ഉസ്താദ് ഇവിടെ അടിച്ചാ പറഞ്ഞു. ഉസ്താദ് ബിസ്മില്ലാഹ് പറഞ്ഞ് ആദ്യം ഒരു അടി അടിച്ചു. കണ്ടുപിടിക്കാൻ വേണ്ടിട്ട് കുറ്റിയടിക്കാം. ആദ്യം ഒരു അടി അടിച്ചു, രണ്ടാമത്തെ അടിയും അടിച്ചു, മൂന്നാമത്തെ അടി അടിച്ചപ്പോ സുബ്ഹാനല്ലാഹ് വെള്ളം പൊട്ടിയെന്ന് ധരിച്ചു. അത്ഭുതമല്ലേ? കിണറ് കുടിക്കാൻ വേണ്ടിയിട്ട് വെള്ളത്തിന് വേണ്ടിയിട്ട് കുറ്റി അടിച്ചോണ്ട് നിൽക്കുന്ന സമയത്ത് തന്നെ വെള്ളം പൊട്ടിത്തെറിക്കാണ്. ഈ സമയത്ത് 500 വെച്ചേക്കായിരുന്നു ഈ ഉസ്താദിന് കൊടുക്കാൻ. 500 മാറ്റി ഒരു 1000 രൂപ. ഇരിക്കട്ടെ ഉസ്താദ് ഇത്രയൊന്നും വേണ്ട, കുഴപ്പമില്ല, ഇരിക്കട്ടെ, അൽഹംദുലില്ലാഹ്. ഉസ്താദ് ഒരു 1000 രൂപയും കൊടുത്തു. ഉസ്താദ് പോയി, ഉസ്താദ് ഇനിയിവിടെ കിണറായിട്ട് കുഴിക്കേണ്ട ഒരു ആവശ്യം കാണില്ല. ഉസ്താദ് പോയി കഴിഞ്ഞാല് ഞാൻ നമ്മുടെ മൂപ്പിലെടുത്ത് പറയാം, അവിടുത്തെ മണ്ണെന്ന് മാന്താൻ പറയാം. അതുപോലെ ഉസ്താദിന് സന്തോഷം. ഉസ്താദ് സ്വപ്നത്തിൽ പോലും വിചാരിച്ചത് ഇത്ര പെട്ടെന്ന് ഇങ്ങനെ ഉണ്ടാവുമെന്ന്. ഉസ്താദ് പറഞ്ഞ കുഴപ്പമില്ല, നിങ്ങൾ അതേപോലെ തന്നെ ചെയ്തോളി. ഞാൻ ഇവിടുന്ന് പോയി കഴിഞ്ഞാൽ കുറച്ച് മണ്ണെന്ന് മാന്തി അന്ന് സിമെന്റ് ഇട്ട് കെട്ടി റെഡിയാക്കിയാൽ മതി, വേറെ ഒറ്റ വിഷയമില്ല. ഉസ്താദ് പോയതിന്റെ പിറക്കിന് പാവപ്പെട്ട വല്ലിപ്പ അവിടുത്തെ മണ്ണ് മാന്താൻ വേണ്ടിയിട്ടും മൺമട്ടി എടുത്ത് പതുക്കെ മണ്ണ് മാന്തി. വെള്ള കഥ അറിയല്, ഉസ്താദ് കുറ്റി അടിച്ചിട്ട് പോയത് എവിടെ നിന്നറിയോ? അടി കൂടെ വെള്ളം പോകുന്ന നല്ലൊരു പൈപ്പിലായിരുന്നു അതിന്റെ പുറത്ത് അടിച്ചിട്ട് പോയത്. ആ പൈപ്പിൽ അതിൻ്റെ ഉസ്താദ് കുറ്റി അടിച്ചിട്ട് പോയി. അപ്പോഴാണ് അല്ലാഹ് എന്റെ സ്വതക്കയും എന്റെ വിവാഹത്തുമ്പോ ഒക്കെ പോയി, ആ പഹയെല്ലാം കൊണ്ടുപോയി. ഇവരൊറ്റ വാക്കുകളെല്ലാം തീർന്നില്ലേ? അതുപോലെ അല്ല എന്റെ പ്രിയപ്പെട്ടവരെ, ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയോട് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു കൊടുക്കുകയാ, എന്റെ പൊന്നുമോള് ഫാത്തിമ, ഒന്നാമതായിട്ട് അല്ലാഹുവിനെ സൂക്ഷിക്കുക എന്ന് പറഞ്ഞ അത് നമസ്കാരമാണ് ഫാത്തിമ, നമസ്കാരമാണ് ഫാത്തിമ. ആ നമസ്കാരമില്ലാതെ നിന്റെ സമയങ്ങളെ കൊന്നുകളയല്ലേ ഫാത്തിമ, കൊന്നുകളയല്ലേ ഫാത്തിമ. ഇന്നിവിടെ വെക്കുന്ന എന്റെ പ്രിയപ്പെട്ടവരെ, എന്റെ മുസ്ലിമേ, നേരം വെളുത്ത് ഇത്രയും സമയമായല്ലോ. സുബഹി നമസ്കാരത്തിന് വേണ്ടിയിട്ട് അല്ലാഹുവിന്റെ പള്ളികളുടെ മിനാരങ്ങളിൽ കൂടിയിട്ട് അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ വിശുദ്ധമാക്കപ്പെട്ട ബാങ്കിന്റെ ധ്വനി ഓരോ മനുഷ്യന്റെ കരണപുടങ്ങളിലേക്ക് അടച്ചു കയറുകയാ. ഓ സമയം മുതൽ ചാടിയനേറ്റവരാ. എന്തിനു വേണ്ടിയാണ് ഇറങ്ങിത്തിരിക്കുന്നു എന്നറിയോ? വീട്ടിൽ നിന്നും ഇറങ്ങിത്തിരിക്കുകയാ അല്ലാഹുവിന്റെ പള്ളിയിൽ വരാനല്ല, അവന്റെ ജോലിക്ക് വേണ്ടിയാണ്, അവന്റെ മക്കളെ വളർത്താൻ വേണ്ടിയാ, അവന്റെ ഭാര്യക്കൊരു രോഗം വന്ന ഹോസ്പിറ്റൽ കൊണ്ടുപോകാൻ കാശ് വേണമല്ലോ, അതിന് വേണ്ടിയിട്ട് നെട്ടോട്ടമോടാ അല്ലാഹുവിന്റെ പള്ളികളുടെ മിനാരങ്ങളിൽ നിന്ന് ബാങ്കിന്റെ ദുനിയതാ മുഴങ്ങി കേൾക്കുമ്പോ ആ സമയം മുതൽ ചാടിയേക്കുന്ന എന്റെ പ്രിയപ്പെട്ട മുസ്ലിമേ, ആർക്ക് വേണ്ടിയാ ഇത് പറയുന്നത് എന്നറിയോ? എനിക്കും നിനക്കും വേണ്ടിയാ പറയുന്നത്. അല്ലാഹുവിന്റെ പള്ളിയിൽ അല്ലാഹു വിളിക്കുകയാ. ആ വിളിക്കുന്ന ഉത്തരം കൊടുക്കുക
പണിയെടുക്കാം. എന്റെ പ്രിയപ്പെട്ടവരെ, നമുക്കൊന്നും കഴിയുന്നില്ല. ഓടിപ്പോവുകയാണ്. നിന്റെ പരിസരത്തേക്ക് ഓടിപ്പോയി നിന്നുകൊണ്ട് പണിയെടുക്കുന്നു. എന്റെ മുസ്ലിമിനെ ഒരൊറ്റ വട്ടമെങ്കിലും ഇതുപോലെ പണിയെടുക്കാ, ഇതുപോലെ ജോലി ചെയ്യാ, ഇതുപോലെ അധ്വാനിക്കാ. അല്ലാഹു എനിക്ക് നല്ല ആരോഗ്യം തന്നിട്ടില്ല എങ്കിലോ എങ്ങനെയാണ് റബ്ബേ ഇവിടെ വെച്ചുകൊണ്ട് ഞാൻ ജോലിയെടുക്കുക? ചിന്തിച്ചോ പ്രിയപ്പെട്ടവരെ, ചിന്തിച്ചോ പ്രിയപ്പെട്ടവരെ. ഇല്ലല്ലോ, ദുനിയാവിന്റെ പുറത്ത് പോയിട്ട് നടക്കുകയാണല്ലോ. അല്ലാഹുവിനെ മതിമറന്നുകൊണ്ട് നടക്കുകയാണല്ലോ. റബ്ബിനെ മതിമറന്നുകൊണ്ട് നടക്കുകയാണല്ലോ. റസൂലുള്ളാഹിന്റെ വാക്കിനെ പുറങ്കാലുകൊണ്ട് ചവിട്ടിത്തള്ളുന്ന പാശ്ചാത്യത്തിന്റെ ഒറ്റ പരിഷ്കാരത്തിന്റെ പരദീസയിലേക്ക് എന്റെ പ്രിയപ്പെട്ട മുസ്ലിമേ നമ്മൾ ആണ്ടുപോയോ? പ്രിയപ്പെട്ടവരെ, നമ്മൾ ആണ്ടുപോയോ? അതുകൊണ്ട് ഒന്നാമത്തെ വിഷയം ഏതെന്നറിയോ? പാങ്ക് കേട്ടാ അല്ലാഹുവേ, അല്ലാഹുവിന്റെ പള്ളിയിൽ നിന്നുള്ള വിളിയാണമാണല്ലോ. ഇതിന് ഉത്തരം കൊടുക്കാൻ ഈ ദുനിയാവിന്റെ പുറത്ത് ഞാൻ ജീവിച്ചു പോയാ എനിക്ക് രക്ഷയില്ല. അല്ലാ, എനിക്ക് രക്ഷയില്ല റബ്ബേ എന്ന് ചിന്തിച്ചുകൊണ്ട് എത്ര പേരൊക്കെ ഓടി അല്ലാതെ നിന്റെ പള്ളിയിലേക്ക് ഒന്ന് വരാൻ കഴിയുന്നത്? എത്ര പേർ കഴിയും? ഞാൻ ഉൾപ്പെടെ ബാങ്ക് കേൾക്കുമ്പോൾ അല്ല പള്ളി എന്നുള്ള ബാങ്കാണ് കേട്ടത്, ഓടി പള്ളി പോകണമല്ലോ. എത്ര പേർക്ക് അങ്ങനെ ഇന്ന് ആളില്ല. ആനന്ദ നേരുന്ന ആറ്റലായ റസൂലല്ലേ, ആരംഭ പോനില മുസ്തഫ നബി നൂറല്ലേ, അഴകിന്റെ നാട്ടില വന്നുദീച്ചുള്ള നൂറല്ലേ, ആ തിരുതാഹവ കൊണ്ടുവന്ന റസൂലല്ലേ. ഇന്നും മഗ്‌രിബ് നമസ്കാരത്തിന് വേണ്ടിയിട്ട് ബഹുമാനപ്പെട്ട യാസർ ഉസ്താദ് ഇമാമത്ത് നിന്നപ്പോ അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബി വ ശഅബാൻ വ ബല്ലിഗ്നാ ശഹ്റ റമളാൻ. നല്ലതുപോലെ ദുആ ചെയ്തപ്പോ ഇവിടെ ഇരിക്കുന്ന പ്രിയപ്പെട്ടവരെ ആയിരം ആത്മാർത്ഥമായിട്ട് പറഞ്ഞിരുന്നു, അല്ലാഹുമ്മ ബാരിക് ലനാ, അല്ലാഹുവേ നമുക്ക് നീ ബറക്കത്ത് നൽകണേ. ഫീ റജബിൽ, അല്ലാഹുവേ റജബ് എന്ന് പറയുന്ന മാസത്തില്, ഈ റജബ് എന്ന് പറയുന്ന മാസത്തിലാണല്ലോ അല്ലാഹുവിന്റെ ഹബീബായ റസൂലുള്ളാഹി തങ്ങൾ മിഅ്റാജിന്റെ രാത്രിയിൽ പോയിട്ട് എല്ലാം കൊണ്ടുവന്നത്, നമസ്കാരം നമ്മളിലേക്ക് എത്തിച്ചത്. ആ നമസ്കാരത്തെ പുറങ്കാല കൊണ്ട് ചവിട്ടിത്തള്ളുന്ന എത്രയോ ആളുകൾ നിന്റെ ഭൂമി ലോകത്തില്ലേ? നമസ്കാരത്തെ പുറങ്കാല കൊണ്ട് ചവിട്ടിത്തള്ള. പിന്നെങ്ങനെ നമുക്ക് അല്ലാഹുതആല ഈ മഴ തരാ? ഹബസ അൻഹുൽ മത്തറ. അല്ലാഹുവിനെ കുറിച്ച് ഓർക്കാതെ വന്നപ്പോൾ, അല്ലാഹുവിനെ ഇഷ്ടം വെക്കാതെ വന്നപ്പോൾ, അല്ലാഹുവിനെ മനസ്സിന്റെ മനോമുഖരത്തിൽ കൊണ്ടുവരാതിരുന്നപ്പോൾ, എന്റെ പ്രിയമുള്ളവരെ, ഈ ദുനിയാവിന്റെ അഹന്തയിലും ആർഭാടത്തിലും ആഭാസത്തിലും അഹന്തതയുടെയും ഏറ്റവും നല്ല പോലെയുള്ള വിശുദ്ധമാക്കപ്പെട്ട ഖുർആനിന്റെ വാക്കുകൾ അനുസരിക്കാതെ ഈ ദുനിയാവിന്റെ ചതിക്കുഴിയാകുന്ന ഖേദത്തിലേക്ക് മനുഷ്യ സമൂഹം അവന്റെ മനസ്സുകൊണ്ട് അവന്റെ നാവ് കൊണ്ട് ആണ്ടുപോയപ്പോ എന്റെ പ്രിയപ്പെട്ട ഒരൊറ്റ വെട്ടമെങ്കിലും അല്ലാഹുവേ, ഞാൻ ഈ ഒരു കോലത്തിൽ മുന്നോട്ട് പോയാൽ പിന്നീട് എനിക്ക് രക്ഷയുണ്ടാകൂല, പിന്നീട് എനിക്ക് ഒരു രക്ഷയില്ല. അല്ലാഹുവിനെ ഏതൊരു വ്യക്തി എന്ത് ബലമേൽപ്പിക്കുന്നോ അവൻ വിജയിക്കുമെന്ന് ലോകത്തിന്റെ നായകൻ സയ്യിദുൽ വറ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, അല്ലാഹുവിലേക്ക് ഒരു മനുഷ്യൻ ഏത് കാര്യം ഏൽപ്പിക്കട്ടെ, ഇനി അല്ലെങ്കിൽ ഉദാഹരണത്തിന് ഇപ്പോൾ ഒരാൾ അടിച്ചമർത്താൻ മറ്റൊരാൾ നോക്കി, അവൻ വിചാരിച്ചാ പറ്റൂല, അല്ലാഹു വിചാരിക്കണം. അതിനകത്ത് യാതൊരു സംശയവുമില്ല. നീ അപ്പുറത്തൊരു 5 നില വീട് വെക്കട്ടെ, ആ വീട് വന്നിട്ട് ഇപ്പുറത്തുള്ള പറയാം, എന്നാലും അവനിക്ക് 5 നില വീടൊക്കെ ആയല്ലോ, എങ്ങനെയാലും അവന് ചിരിക്ക് എന്തെങ്കിലുമൊക്കെ ഇത് ഉണ്ടാക്കിയിട്ട് അവന്റെ കച്ചവടം ഒന്ന് പൊളിക്കാം എന്നും പറഞ്ഞ് ആരെങ്കിലും നോക്കിയാൽ അവന്റെ കച്ചവടം പൊളിയൂല, അവന്റെ കച്ചവടം പൊളിയൂല, അവന്റെ ബിസിനസ്സും പൊളിയൂല. അള്ളാഹു വിചാരിക്കണം, എന്നാൽ മാത്രമേ അത് പൊളിയുള്ളൂ. അതുകൊണ്ട് പറയാൻ അള്ളാഹുവിനെ മുൻനിർത്തുക, മനസ്സിന്റെ ചെപ്പിൽ നമ്മൾ കൊണ്ടുവരിക, എന്നാൽ നമ്മൾ രക്ഷപ്പെട്ടു. ഇല്ല എങ്കിൽ ഫാത്തിമ
നമസ്കാരമില്ലാതെ പൊന്നുമാണ് ഈ ദുനിയാവിന്റെ പുറത്തുനിന്ന് നീ വിട പറഞ്ഞു പോകുന്ന സമയമുണ്ടല്ലോ, ആ സമയം വല്ലാത്ത ബുദ്ധിമുട്ടാണ് ഫാത്തിമ. ഫൈദാ ജാഹദഹുൽ മൗത് തവഫത്തുഹു റസൂലുനാ വഹും ലാ യുഫരിതൂൻ. എന്റെ കരളിന്റെ കഷ്ണമായ ഫാത്തിമ, ഈ ദുനിയാവിൽ നമസ്കരിക്കാതെ ഇബാദത്തെടുക്കാതെ റബ്ബിനെ കുറിച്ച് ഓർക്കാതെ ഇവിടെ നീ ജീവിച്ചു പോയാ എന്റെ പൊന്നുമോനെ മരിക്കുന്ന സമയത്ത് വല്ലാത്ത ബുദ്ധിമുട്ടാണ് ഫാത്തിമ, വല്ലാത്ത ബുദ്ധിമുട്ടാ. റബ്ബിലൗലാ അഖർതനീ ഇലാ അജലിൻ ഖരീബ് ഫഅസ്സദ്ദഖ വഅകുൻ മിനസ്സാലിഹീൻ ولن يؤخر الله نفسا إذا جاء أجلها والله خبير بما تعملون. എന്റെ പ്രിയമുള്ളവരെ, മരിക്കാൻ കിടക്കുന്ന സമയത്ത് റബ്ബേ എനിക്കും എന്റെ ആയിട്ടുള്ള റോഹ പിടിക്കുന്നുവല്ലോ, ഈ റോഹനിക്കൊന്ന് ലഘുവാക്കിയ ഒന്ന് പിന്തിപ്പിച്ച ഞാൻ നല്ലതുപോലെ നമസ്കരിക്കാമല്ല. ബാങ്കിന്റെ തനിയത ഈ കാണുന്ന പള്ളികളുടെ മിനാരങ്ങളിൽ കോടിയിട്ട് എന്റെ കർണപുരങ്ങളില് കടച്ചു കയറുമ്പോ ഓടി അല്ലാതെ നിന്റെ പള്ളിയിലേക്ക് ഞാൻ പോയേക്കാ. അതുകൊണ്ട് റബ്ബേ ഒരൽപ്പ സമയമൊന്ന് ബന്ധിപ്പിക്കാൻ പറയുമ്പോ അല്ലാഹു പറയുന്നു കല്ല ഇന്നഹാ കലിമത്തുൻ ഹുവ ഖായിലുഹാ. എന്റെ പ്രിയപ്പെട്ടവര്, മക്കള് കൂടിയിരിക്കാം, പ്രിയപ്പെട്ടവർ കൂടിയിരിക്കാം, നിന്റെ സഹോദരങ്ങൾ കൂടിയിരിക്കാം, നിന്റെ കൂട്ടുകാർ കൂടിയിരിക്കാം. നീ മരിക്കാൻ വേണ്ടി കിടക്കുന്ന സമയത്ത് നിന്റെ ചുറ്റുഭാഗത്ത് ആളുകളാ, അവരോട് വിളിച്ചെന്ന് പറയണമെന്ന് ആഗ്രഹമുണ്ട്, മക്കളോട് വെട്ടിക്കരഞ്ഞുകൊണ്ട് പറയണമെന്ന് ആഗ്രഹമുണ്ട്, ഭാര്യയോട് വിളിച്ചെന്ന് പറയണമെന്ന് ആഗ്രഹമുണ്ട്, സുഹൃത്തുക്കളോട് കണ്ണുനീരോട് വെട്ടിക്കരഞ്ഞെന്ന് പറയണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ അല്ലാഹുവിന്റെ സമയങ്ങൾ കളഞ്ഞുവല്ലോ, ഇനി അവർക്ക് രക്ഷയില്ല, ഇനി അവർക്ക് സമയമില്ല. റൂഹങ്ങോട്ട് പിടിച്ചു കഴിയുമ്പോ ആ പിടിക്കാൻ വേണ്ടി വരുമ്പോ അവര് പറയാം, അല്ലാഹുവേ ഒരല്പസമയം ഒന്ന് തന്നു കഴിഞ്ഞാൽ ഞാൻ എല്ലാ കാര്യങ്ങളും ഇൻഷാ അല്ലാഹ് ഞാൻ ചെയ്തോളാം, അള്ളാഹിന്റെ ദീനിന്റെ സദസ്സിൽ ഞാൻ പോയിരിക്കാം, വാള കേൾക്കാം, വിശുദ്ധമാക്കപ്പെട്ട ഇൽമിന്റെ മണിമുത്തുകൾ മനസ്സിന്റെ മനോമുഖരത്തിൽ മായാതെ പറയാതെ കൊണ്ടുവരാം. മനുഷ്യന്റെ മനോമുഖരത്തിൽ ഉണ്ടാകും. മരണത്തെ കുറിച്ച് ഓർമ്മയില്ല. എന്റെ പ്രിയപ്പെട്ടവരെ ചിന്തിക്കണം. നമസ്കാരമില്ലാത്ത മനുഷ്യൻ ഈ ലോകത്തിന് വിട പറഞ്ഞു പോയാൽ, അല്ലെങ്കിൽ അസ്രായീലും കൂട്ടുകാരും അവന്റെ മുമ്പിലേക്ക് വരുമ്പോൾ അവൻ പതറിപ്പോകും. അവന്റെ മുമ്പിൽ അസ്രായീൽ കടന്നു വരുന്നത് ഖുർആനും പറഞ്ഞിട്ടുണ്ട്, ഹദീസുകളും പറഞ്ഞിട്ടുണ്ട്, അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, ഇവിടെ ഇരിക്കുന്ന മനുഷ്യ നാളെയും ഇതുപോലെ വാളിന്റെ സ്റ്റേജിൽ വന്നിരുന്നുകൊണ്ട് വാത് കേൾക്കാമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ചെറുപ്പക്കാരാ, വാത് കേൾക്കാമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന എന്റെ പ്രിയപ്പെട്ട ഉപ്പമാരോട് ചോദിക്കട്ടെ, അവനും കുറവാണെങ്കിലും പറയട്ടെ, ബഹുമാനപ്പെട്ട മലക്കുൽ മൗത്ത് അലൈഹിസ്സലാം അതാ സിദ്റത്തുൽ മുൻതഹയുടെ താഴ്ഭാഗത്ത് ഇരിക്കുകയാ, അതിന്റെ തൊട്ടടിയിലായിട്ട് ശജറത്തുൽ മുൻതഹ എന്ന് പറയുന്ന വശമുണ്ടല്ലോ, അതിന്റെ താഴ്ഭാഗത്ത് ബഹുമാനപ്പെട്ട മലക്കുൽ മൗത്ത് ഇരിക്കുമ്പോ ഇന്നതാ ഒരു ഇല വന്ന് വീഴുകയാണ്. അത് ശമീറിന്റെ പേരെഴുതിയതാണോ, അതല്ല യാസരമന്നാൻ ഉസ്താദിന്റെ പേരെഴുതിയതാണോ, അതല്ല മറ്റുള്ളവരുടെ പേരെഴുതിയതാണോ, ആരുടെ പേരെഴുതട്ടെ? സുബ്ഹാനല്ലാഹ്. ഓ സമയമതാ അസ്രായീൽ എടുത്ത് വെച്ചുകൊണ്ടെന്ന് വായിച്ചു നോക്കുകയാണ്. അസ്രായീൽ അതെടുക്കും, ആ ഇലയെടുക്കും, ഇലയെടുത്തിട്ട് നോക്കും, അല്ലാഹ് ഇതാരെ പേരാണ്? ആ സമയത്തുണ്ടാകും അറിയാ സാഹിബിന്റെ പേരാണ്, അല്ല ഷമീർ മന്നാനിയുടെ പേരാണ്. അല്ലാഹ് ആ സമയത്ത് മലക്കുൽ മൗത്ത് അലൈഹിസ്സലാത്തു വസ്സലാം മറ്റുള്ള മലക്കുകളോട് പറയും, മലക്കുകളെ, ഒരു മനുഷ്യന്റെ റൂഹ് പിടിക്കാൻ അല്ലാഹു തആല
കൽപ്പന കൊടുക്കുന്ന ആ സമയം, അന്ന് മുതൽ ഇങ്ങോട്ട് അവനിക്കൊരു 40 ദിവസം അല്ലാഹു തആല കൊടുക്കാൻ. ആ 40 ദിവസത്തിന്റെ അപ്പുറത്തോട്ടോ ഇപ്പുറത്തോട്ടോ അവനെ പിന്തിക്കൂല. ഇപ്പുറത്തോട്ടോ അപ്പുറത്തോട്ടോ അവനെ പിന്തിപ്പിക്കൂല. ആ ഒരവസ്ഥയിലാണ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇന്ന് ഷമീറിന്റെ റൂഹിനെയാണ് അവിടെ പിടിക്കാൻ അല്ലാഹു തആല പറഞ്ഞതെങ്കിൽ അസ്രായീൽ പറയുന്നു, മലക്കുകളെ ഷമീറുദാരിനി എന്നല്ല പറയുന്നത്, മയ്യത്ത് വാല പറയുകയാണ്, മയ്യത്ത് ചിരിക്കുകയാണ്, മയ്യത്ത് ആളുകളോടൊപ്പം ഇരുന്നുകൊണ്ട് കളിതമാശകൾ പറയുകയാ എന്ന് മലക്കുൽ മൗത്ത് കൂട്ടുകാരൻ വിളിച്ചു പറയുന്ന ഒരവസ്ഥ വരും. പ്രിയപ്പെട്ടവരെ, ഇത് മറക്കല്ലേ മറക്കല്ലേ സുഹൃത്തുക്കള്. അവിടെ നിന്ന് മലക്കുൽ മൗത്ത് കടന്നു വരികയാ, അവന്റെ വീട്ടിന്റെ ഉമ്മറപ്പടിയിലേക്ക് വരികയാണ്. മലക്കുൽ മൗത്ത് വന്നുകൊണ്ട് നോക്കുന്നു. പല ദിവസങ്ങളിൽ അവരവന്റെ മക്കളോടൊപ്പം ഇരുന്നുകൊണ്ട് കളിക്കുകയാ, അവന്റെ ഭാര്യയോടൊപ്പം കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ജീവിക്കുകയാ. പക്ഷേ ഫാത്തിമ, ആ മലക്കുൽ മൗത്ത് ഓരോ ദിവസവും അവനെ വന്നുകൊണ്ട് നോക്കിയിട്ട് പോയിട്ട് പറയാ, ഇന്നും കൂടെ നീ ചുളിച്ചോ മനുഷ്യ, ഇന്നും കൂടെ കരഞ്ഞോ മനുഷ്യ, ഇന്നും കൂടെ മക്കളെടുത്ത് വെച്ചുകൊണ്ട് താരാട്ട് പാടിക്കോ, ഇന്നും കൂടെ മക്കളെടുത്ത് വെച്ചുകൊണ്ട് കവിതമാശകളെ പറഞ്ഞു. നാളെ കഴിയുമ്പോ നിന്റെ വീട്ടിന്റെ കത്തന്നെ പറഞ്ഞിട്ട് പോകുമ്പോ എന്റെ മുസ്ലിമേ, ഈ നമ്മളെന്ന് കേൾക്കാതെ നമസ്കാരമില്ലാതെ ഇബാദത്തില്ലാതെ ഈ ദുനിയാവിന്റെ പുറത്തു ഓടിയിട്ട് നമ്മൾ സഞ്ചരിക്കുകയാണെന്നോ അല്ലാഹു നമ്മുടെ വേദന കൊടുക്കുന്നു. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന വിശുദ്ധമാക്കപ്പെട്ട കലിമത്ത് തൗഹീദ് ഉറക്കെ ചൊല്ലി മരിക്കാം. അല്ലാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. എന്റെ പ്രിയമുള്ളവർ, ചിന്തിക്കണം. മലക്കുൽ മൗത്ത് ഇങ്ങോട്ട് കടന്നു വരുമ്പോ ഒരുപാട് ഇന്നും നാളെയും വാളു പറഞ്ഞാൽ തീരാത്തത്രത്തോളം വിഷയങ്ങളുണ്ട്. കാലിന്റെ തള്ളവിരലിന്റെ ഭാഗത്തു നിന്ന് മലക്കുകൾ അവന്റെ റൂഹിനെ പിടിക്കും. അസ്രായീൽ ഒരു മനുഷ്യന്റെ തലഭാഗത്തായിരിക്കും. ആ മനുഷ്യന്റെ തലഭാഗത്തിരിക്കും. കാലിന്റെ തള്ളവിരലിന്റെ ഭാഗത്ത് കുറച്ച് മലക്ക്, അരഭാഗത്ത് കുറച്ച് മലക്ക്, മറ്റുള്ള മലക്കുകൾക്ക് പിന്നെ ഇവിടെ അരയില് ഇങ്ങനെ കുറെ മലക്കുകൾ അവന്റെ ചുറ്റും കൂടിയിരിക്കും. അതിനെ കുറിച്ചൊക്കെ പറഞ്ഞിട്ടുള്ള സീഡികളൊക്കെ ഒരുപാടുണ്ട്. അതുകൊണ്ട് ഞാൻ അതിലേക്ക് പോകുന്നില്ല. അങ്ങനെ ഉള്ള ഒരവസ്ഥയാണ് മനുഷ്യന്റെ അവസാനമായിട്ടാണ് അസ്രായീൽ ഒരു മനുഷ്യന്റെ ആ റൂഹിനെ അവന്റെ കഴുത്തിന്റെ ഭാഗത്ത് നിന്ന് പിടിച്ചെടുക്കുക. ആ സമയത്ത് രക്ഷപ്പെടുന്നത് ഒരേ ഒരാൾ മാത്രമാണ്. നമസ്കാരം കറക്റ്റായിട്ട് അള്ളാഹ്ക്ക് വേണ്ടി നമസ്കരിച്ചവൻ മാത്രമാണെന്ന് ലോകത്തിന്റെ നായകൻ സയ്യിദുൽ വറ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരുപാട് വിഷയങ്ങൾ പറയണം, പക്ഷെ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ. ഞാൻ നിങ്ങളെ കുറ്റം പറയല്ല, ഇന്നിപ്പോൾ ഫസ്റ്റ് ഹൗസ് ആയതുകൊണ്ടായിരിക്കാം. കസേരയോട് ഈ ഉള്ള കസേരയോട് എന്ത് പറയണമെന്ന് എനിക്കറിയാൻ വയ്യ. ഇൻഷാ അല്ലാഹ് നാളെ നിങ്ങൾ ആളിനെ കൊണ്ടുവരണം. നിങ്ങൾ പരിസരത്തുള്ളവരെയൊക്കെ കൂട്ടി എല്ലാവരെയും കൂട്ടിയിട്ട് ഇൻഷാ അല്ലാഹ് വരണം. എല്ലാവരെയും കൊണ്ട് നിങ്ങൾ കടന്നു വന്ന് വിശുദ്ധമാക്കപ്പെട്ട ദീനുൽ ഇസ്ലാമിന്റെ സദസ്സിൽ നിങ്ങളൊക്കെ ഭംഗിയാക്കണം. എൻ്റെ പ്രിയമുള്ളവരെ, നമ്മളൊക്കെ അള്ളാഹ്ക്ക് വേണ്ടി പറയാൻ, അള്ളാഹിനെ കുറിച്ച് കേൾക്കാൻ, നമ്മുടെ ജീവിതത്തെ കുറിച്ച് പഠിക്കാൻ, അതിന് വേണ്ടി ഒന്നൊരുങ്ങാൻ നാളെ നിങ്ങൾ വരുമ്പോൾ ആളുകളെ നിങ്ങൾ കൊണ്ടുവരണം. എന്നാലേ നമുക്കൊരു ഉഷാറുണ്ടാവും, പറയുന്നത് നമുക്കൊരു ഉഷാറുണ്ടാവുള്ളൂ. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് നാളെ നിങ്ങൾ ആളെ കൂട്ടി ഇങ്ങോട്ട് വരാവും. അള്ളാഹു തആല അതിനുള്ള തൗഫീഖ് നമുക്കൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്ന് ഇൻഷാ അല്ലാഹ് ഒന്നങ്ങോട്ട് തുടങ്ങി വെച്ച് പോവാണ്. ഫസ്റ്റ് ഹൗസ് ആണല്ലോ. അതുകൊണ്ട് പറയാൻ, അള്ളാഹുവിന്റെ ഹബീബായ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, നമസ്കരിക്കുന്ന സമയത്ത് നല്ലതുപോലെ നമസ്കരിക്കുന്നവനാണെങ്കിൽ അവൻ രക്ഷപ്പെട്ടു. കേൾക്കുന്ന ഒരു ചെവി കൊണ്ട് കേട്ട് മറു ചെവി കൊണ്ട് കളഞ്ഞാൽ പ്രിയപ്പെട്ടവർ ഒരു രക്ഷ ഉണ്ടാവില്ല. ഏതുപോലെ ഒരു മുമ്മ ഒരു കുട്ടിയും കൂടിയിട്ട് എവിടെ പോയി? ഹോസ്പിറ്റലിൽ പോയി. ഹോസ്പിറ്റലിൽ പോകുമ്പോൾ നമ്മുടെ നാട്ടിലുള്ള മുമ്മ അല്ല, മലപ്പുറത്തുള്ള ഒരു മുമ്മയാണ്. അപ്പൊ നമ്മുടെയൊക്കെ നാട്ടില് ബാങ്ക് എന്ന് നമ്മൾ പറയും. പക്ഷെ മലപ്പുറം ഭാഗത്തോട്ട് ചെന്നാൽ ബാങ്ക് എന്നുള്ള ആ ഒരു വേടങ്ങോട്ട് മാറി പിന്നെ അവിടെ അസറാങ്ക് നമ്മളോട് എന്താ പറയുക, അസർ ബാങ്ക് വിളിച്ചെന്ന അവിടെ പറയുന്നത് അസറാങ്കെന്ന. ഇതേപോലെ ഒരു മലപ്പുറത്തുള്ള ഒരു പാവപ്പെട്ട വല്യമ്മ നമ്മുടെ നാട്ടിൽ ഒരു അയ്യപ്പൻ എന്ന് പറയുന്നൊരു ഡോക്ടറിന്റെ മുമ്പിൽ പോയി ഒരു കൊച്ചു കുട്ടിയും കൊണ്ട്. കുട്ടിക്ക് എന്തോ ഒരു അസുഖമുണ്ട്. ഈ ഡോക്ടർ ചോദിച്ചു, അല്ലമ്മ എന്താ കുട്ടിക്ക് അസുഖം? അത് സാറേ ഇന്നലെ അസറാങ്ക് കൊടുത്തതിന് ശേഷം ഉണ്ടായ ഒരു വയറുവേദനയാണെന്ന് പറയുന്നു. ഈ പാവപ്പെട്ട പല സൈസ് ഗുളികളെ കുറിച്ചും കേട്ടിട്ടുണ്ട്. പക്ഷെ ഈ അസറാങ്ക് എന്ന് പറഞ്ഞ ആ ഒരു ഗുളിക അതിട്ടേക്കാണ്. ഇദ്ദേഹം പറഞ്ഞു,
കുട്ടിക്ക് വയറുവേദന ഉണ്ടാകാനുള്ള കാര്യം നിങ്ങൾ ഈ അസ്രാങ്ക് പോലുള്ള ഗുളികകൾ കുട്ടിക്ക് നിങ്ങൾ കൊടുത്തു പോയാൽ കുട്ടിക്ക് രോഗം ഉണ്ടാവും, കുട്ടിക്ക് അസുഖം ഉണ്ടാവും. ഈ ഉമ്മ പറഞ്ഞു അത് സാറേ സാധാരണഗതിയിൽ നമ്മുടെ മുസ്ലിമീങ്ങളൊക്കെ അസ്രാങ്ക് കൊടുക്കാറുണ്ട്. അപ്പൊ ഇദ്ദേഹം പറഞ്ഞു എന്നാ ഒരു കാര്യം ചെയ്തോളി, നാളെ മുതൽ നിങ്ങൾ ഫുള്ളായിട്ട് അസ്രാങ്ക് കൊടുക്കണ്ട, അതിനെ മുറിച്ച് കൊടുത്താൽ മതി എന്ന് പറഞ്ഞു. അപ്പൊ അദ്ദേഹത്തിന് ഒന്നും മനസ്സിലാവാത്തതിന്റെ കുഴപ്പമാണ്. അദ്ദേഹത്തിന് എന്താണ് അസറാങ്കെന്നൊന്നും അറിയാൻ വയ്യ. സംഭവം ഉമ്മ പറഞ്ഞെന്താ അസർ വാങ്ങുന്ന, പക്ഷെ നമുക്കത് അങ്ങോട്ട് മനസ്സിലായിട്ടില്ല. നമ്മുടെ പെണ്ണുങ്ങളുടെയൊക്കെ കഥ തന്നെ. 3 പെണ്ണുങ്ങൾ വരിക്ക് ഇങ്ങനെ കൊണ്ട് നമസ്കരിക്കാം. ഒരു പെണ്ണ് അപ്പുറത്ത്, ഒരു പെണ്ണിപ്പുറത്ത്, അടുത്ത പെണ്ണിപ്പുറത്ത്. അപ്പൊ ഉസ്താദ് പറഞ്ഞു പെണ്ണുങ്ങളെ നിങ്ങളിപ്പോ നമസ്കരിക്കുന്ന സമയത്ത് മിണ്ടാൻ പാടില്ല എന്ന് പറഞ്ഞു. ഇത് കേട്ട് വെച്ചിരിക്കുന്ന പെണ്ണുങ്ങൾ ചെന്നുകൊണ്ട് ഇപ്പൊ നമസ്കരിക്കാം. 1ാമത്തെ പെണ്ണ് കൈകെട്ടി ഇയ്യാകനാവൂത് എത്തി. 2ാമത്തെ പെണ്ണ് കൈകെട്ടി സൂറത്തുൽ ഫാത്തിഹയുടെ അല്പമായി. 3ാമത്തെ പെണ്ണ് കൈകെട്ടി സൂറത്തുൽ ഫാത്തിഹ കഴിഞ്ഞ് അടുത്ത സൂറത്ത് ഓതാൻ വേണ്ടി നിൽക്കാം. ആ സമയത്ത് നോക്കുമ്പോൾ എന്തോ ഒരു ശബ്ദം കേട്ടു അടുക്കളയിൽ. ആ ശബ്ദം കേട്ടപാടെ 1ാമത്തെ പെണ്ണ് ഇയ്യാക്കൻ അഹമ്മദ് വയ്യാക്കൻ അസ്തയും പറഞ്ഞ പെണ്ണ് പറയാ, എടി എന്തോ ഒരു ശബ്ദം കേൾക്കുന്നു, കൈയട്ടിക്കാൻ എന്തോ ഒരു ശബ്ദം കേൾക്കുന്നു എന്ന് പറഞ്ഞു. അപ്പൊ 2ാമത്തെ പെണ്ണ് കൈയട്ടിക്ക അവൾ പറയാ, എടി ഉസ്താദ് പറഞ്ഞില്ലേ നമസ്കാരത്തിൽ മിണ്ടാൻ പാടില്ലാതെ. ഇത് കേട്ട് ഇങ്ങനെ 3ാമത്തെ പെണ്ണ് സൂറത്തോവാൻ വേണ്ടി നിൽക്കും പറയാ, അതുകൊണ്ടല്ലേ ഞാനിവിടെ മിണ്ടാതിരിക്കുന്നേ. ഈ ഒരു കൊലത്തിലാണ്. അപ്പൊ അങ്ങനെ പോയിട്ട് കാര്യമില്ല. അതുകൊണ്ട് പറയുകയാ സത്യമാകറിവോ പെരിയവനാണ് തലമാം കൂറുകളാണിയമ്മയുമേ ആലമേക്കിറാവിച്ച കിടയന്തലയിലതിലോ സഹഭരണ ശായനമേ പുറകൾ തുടങ്ങിടുന്നവുമേ. അല്ലാഹുവിന്റെ റസൂൽ പ്രിയപ്പെട്ട പെണ്ണിനോട് ഫാത്തിമയോട് പറഞ്ഞു കൊടുക്കുകയാ, എന്റെ ഫാത്തിമ പെണ്ണിനോട് ജീവിതത്തിൽ അല്ലാഹു നിനക്കും നൽകിയിട്ടുള്ള ഏറ്റവും നല്ല സൗഭാഗ്യമേതെന്നറിയോ, ഏറ്റവും നല്ല സൗഭാഗ്യമേതെന്നറിയോ ഫാത്തിമ? ഒരു വഖത്തെങ്കിലും നല്ലതുപോലെ നമസ്കരിക്കാം, ഒരു വഖത്തെങ്കിലും നല്ലതുപോലെ ഇബാദത്ത് ചെയ്യാമെന്നപോലെ നമുക്കൊന്ന് കഴിഞ്ഞു പോയാ. അതാണ് ഫാത്തിമ ഒരു മനുഷ്യർക്ക് ഏറ്റവും നല്ലതെന്ന് മദീനത്തിന്റെ രാജകുമാര മുഹമ്മദുർ റസൂലുള്ളാഹ് ഞങ്ങളെ പഠിപ്പിച്ചു കൊടുക്കുകയാ. അതുകൊണ്ട് പെണ്ണിനോട് നമസ്കാരം മുറപോലെ നീ നിർവഹിച്ചു പോയാ നിന്റെ അസ്രായേൽ കടന്നു വരുമ്പോ നിനക്ക് രക്ഷപ്പെടാ ഫാത്തിമ. അസ്രായേൽ എപ്പോഴാണ് കടന്നു വരുന്നതെന്നറിയില്ല. ഒരു മനുഷ്യരോട് ചോദിക്കില്ല, ഞാൻ നിന്റെ രോഗനെ പിടിക്കട്ടെ, നീ നിന്റെ നമസ്കാരങ്ങൾ കളയായി പോയിട്ടുള്ള നമസ്കാരങ്ങള് നീ നമസ്കരിച്ച് വീട്ടിലോ എന്ന് ഒരാളോടും ചോദിക്കുകയില്ല. എന്നാൽ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് പറയുക, അല്ലാഹുവിന്റെ ഹബീബായ നബിതങ്ങളോട് മാത്രമാണ് ആദ്യമായിട്ട് ചോദിച്ചിട്ടുള്ളത്. സമ്മതമുണ്ടെങ്കിൽ രോഗനപ്പെടുക്കാൻ, സമ്മതമില്ല എങ്കിൽ തിരിച്ചു പറഞ്ഞാണ് പറഞ്ഞു വിട്ടപ്പോ ബഹുമാനപ്പെട്ട മലക്കുൽ മൗത്ത് അലൈഹിസ്സലാം നബിതങ്ങളുടെ മുമ്പിലേക്ക് വന്നുകൊണ്ട് പറഞ്ഞു, യാ റസൂലല്ലാഹ്, അല്ലാഹു എന്ന് പറഞ്ഞു വിട്ടിരിക്കുകയാ. അവിടത്തെ സമ്മതമുണ്ടെങ്കിൽ, അവിടത്തെ അനുവാദമുണ്ടെങ്കിൽ അവിടത്തെ രോഗനപ്പെടുക്കാം. അല്ലാഹു പറഞ്ഞു നബിയേ, അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, നല്ല മലക്കുകളെ നിങ്ങൾ എന്റെ രോഗനെ പിടിച്ചു, എനിക്ക് വിഷയമില്ല. ലോകത്തിന്റെ നായകന്റെ രോഗ പിടിക്കുകയാ. അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, എന്നോട് മാത്രമാണ് ആദ്യമായിട്ട് ചോദിച്ചതെന്ന് ആയിഷ ബീവിയോട് പറഞ്ഞു കൊടുത്തു. അവിടെ അല്ലാഹുവിന്റെ റസൂൽ വഫാത്തായി പോവുകയാ. ഇവിടെ ഇരിക്കുന്ന ശരീരനോട് ചോദിക്കില്ല, ഇവിടെ ഇരിക്കുന്ന അലിമിയോട് ചോദിക്കില്ല, ഇവിടെ ഇരിക്കുന്നവരോട് ചോദിക്കില്ല. അസ്രായേൽ വന്നിട്ടടാ നിന്റെ രോഗനെ പിടിക്കാൻ പോവുകയാണ് എന്നുകൊണ്ട് പറയൂല. എന്റെ പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് ഈ ദുനിയാവിന്റെ പുറത്ത് ജീവിച്ചു നിൽക്കുമ്പോ ഞാൻ സമയത്തായാൽ അസ്രായേൽ കടന്നു വരുമെന്നുള്ളൊരു ബോധം ഒരു മനുഷ്യന്റെ മനോമകരത്തിൽ പറയാതെ മനീവസമാത്ത മനസ്സുകൊണ്ട് അവനൊന്ന് ചിന്തിച്ചു പോയാ അല്ലാഹുവിന്റെ
റസൂൽ പറയാ, അവൻ മരിക്കുന്ന സമയത്ത് അവനക്ക് നല്ലതുപോലെ മരിക്കാൻ കഴിയണമെങ്കിൽ അവൻ നമസ്കാരമുള്ളവനായിട്ട് മാറട്ടെ. ഫാത്തിമ അസ്റായീൽ അങ്ങോട്ട് കടന്നു വരുമ്പോ ഒന്ന് രക്ഷപ്പെടണോ? ആ രക്ഷപ്പെടണമെന്നുണ്ടെങ്കിൽ നമസ്കാരത്തിൽ നബി തങ്ങൾ കരഞ്ഞു, ولسوف يعطيك ربك فترضى ولسوف يعطيك ربك فترضى. ഇതങ്ങോട്ട് പറഞ്ഞു കൊടുത്ത റസൂലുള്ളാഹ് എഴുന്നേറ്റുപോയിട്ട് പൊട്ടിക്കരയുകയാ. നബിയേ, എന്തിനാണോ ചോദിച്ചാൽ മതി നബിയേ, അത് മുഴുവനും തരാ. റസൂലുള്ളാഹ് സൗഫ യുഅതീക റബ്ബുക ഫതർളാ വലസൗഫ യുഅതീക റബ്ബുക ഫതർളാ. ഇതങ്ങോട്ട് പറഞ്ഞു കൊടുത്ത റസൂലുള്ളാഹ് എഴുന്നേറ്റുപോയിട്ട് പൊട്ടിക്കരയുകയാ. നബിയേ, എന്തിനാണോ ചോദിച്ചാൽ മതി നബിയേ, അത് മുഴുവനും തരാ. റസൂലുള്ളാഹ് അത് മുഴുവനും തരാം നബിയേ. അല്ലാഹു റബ്ബുൽ ഇസ്സത്തായ തമ്പുരാ പറഞ്ഞു പോയ റസൂലുള്ളാഹി തങ്ങൾ, നബി എന്ത് വേണമെങ്കിലും ചോദിച്ചോ, അവിടെ നിന്ന് ഞാൻ തരും, ഉറപ്പാൻ. അതിനകത്തൊരു സംശയമില്ല. എന്റെ ഹബീബാൻ, അതുകൊണ്ട് എനിക്ക് വല്ലാണ്ട് ഇഷ്ടമാണ്. എന്ത് വേണമെങ്കിലും ചോദിക്കാൻ പറഞ്ഞു. അങ്ങനെ ഉള്ള ഹബീബായി നബിയുനാ റസൂലുള്ളാഹി. ഉള്ളവർ ഒന്ന് ഉറക്കെ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ നിന്ന് പറഞ്ഞു. എന്റെ പ്രിയപ്പെട്ടവരെ നല്ലതുപോലെ കേട്ടോ. അള്ളാഹുവിന്റെ ഹബീബ് പറയാ, അല്ല ആയിഷ, എനിക്കൊരു കുറച്ച് സമയം ഒന്ന് വേണം. നബിതങ്ങൾക്ക് സമയം കൊടുത്തു. നബിതങ്ങൾ പോയി നമസ്കരിക്കുകയാ. അല്ലാഹുവിന്റെ റസൂൽ പൊട്ടി പൊട്ടി കരയുകയാണ്. എന്നാ നമ്മൾ എത്രത്തോളം കരയണം പ്രിയപ്പെട്ടവരെ? നമസ്കാരത്തിന് വേണ്ടി ഹസരായിട്ട് പോവുകയാണ്. തുസല്ലൂ ബിലാ ഖൽബിൻ സലാത്തൻ ബിമിസ്ലിഹാ യഖൂലുൽ ഫതാ മുസ്തജിബൻ ലിൽഖൂബതി ഫയഅതൂന മനാകിറ ഫീ നശാതി فيؤتون الصلاة وهم كسالى. എത്രയോ ചെറുപ്പക്കാര് പള്ളി കയറുന്നു, ഇങ്ങോട്ട് ഓടി വരുന്നു, നമസ്കരിക്കുന്നു, കുനിയുന്നു, നൂറുന്നു, എഴുന്നേറ്റ് ഓടുന്നു, പാന്റിന്റെ സിബ് വലിച്ച് മേപ്പോട്ടിടുന്നവർ അങ്ങനെ, പിന്നെ പാന്റ് വലിച്ചിടുന്നവർ വേറെ, പിന്നെ പോക്കറ്റ് കഴിഞ്ഞിട്ട് മൊബൈൽ സ്വിച്ച് ഓഫ് ആക്കുന്നവർ അങ്ങനെ, പല സൈസിലെ ആൾക്കാർ അല്ലേ. പണ്ട് നമ്മുടെ ഷമീർ ഹുസൈൻ എൻ്റെ അടുത്തൊരു കാര്യം പറഞ്ഞു. അദ്ദേഹത്തിന്റെ പള്ളിയിൽ ഒരു ദിവസം, ഏത് വർഷം കഴിഞ്ഞല്ലേ, കഴിഞ്ഞ കൊല്ലത്തില് തറാവി നമസ്കാരത്തിന്റെ സമയത്ത് പള്ളിയിൽ അങ്ങനെ അങ്ങോട്ട് വരാറില്ല. നമ്മുടെ ചെറുപ്പക്കാര് പള്ളിയിലോട്ട് വരാറില്ല. സാധാരണ ഗതിയിൽ ഒരു ദിവസം പുള്ളി സലാം വീട്ടിട്ട് നോക്കിയപ്പോ സുബ്ഹാനല്ലാഹ് പള്ളി ഫുള്ള് ആളാണ്. അദ്ദേഹം വെച്ച് അള്ളാഹ് ഇനിയിപ്പം വെള്ളിയാഴ്ച രാവായിട്ട് അള്ളാഹിന്റെ നല്ല മാരാകമാരല്ല ഇറങ്ങി എന്നുള്ള തെപ്പത്തിലായിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ നമസ്കാരം കഴിഞ്ഞിട്ട് പുള്ളിക്കുള്ളി സന്തോഷം, അള്ളാഹ് ഇത്രയും നല്ല ഈമാനുള്ള ആൾക്കാരെ ഇവിടെ ഉള്ളവര്. വെള്ളാടിയന്മാര് ഫുള്ള് പള്ളിയിൽ, വെള്ളം അടിച്ചോണ്ടും പള്ളിയിൽ. യാ അള്ളാഹ് എന്റെ പോലെ പോയത്. അവസാനം നോക്കിയപ്പോഴല്ലേ അറിയുന്നത്, പോലീസ് ഓടിച്ചപ്പോ നേരെ വന്ന് കയറിയത് പള്ളിയിലാ. അഭയകേന്ദ്രം അള്ളാഹിന്റെ പള്ളിയിൽ. എന്റെ സഹോദരങ്ങളെ, അതിനു വേണ്ടി അല്ല അള്ളാഹിന്റെ പള്ളി ഉണ്ടാക്കിയിട്ട് നിൽക്കുന്നത്. അതുകൊണ്ട് സൂക്ഷിക്കണം. സൂക്ഷിച്ചിട്ടില്ല എങ്കിൽ ദുഃഖിക്കേണ്ടുന്ന ഒരവസ്ഥയുണ്ടാകും. അതുകൊണ്ടാണ് പറയുന്നത്, ഒന്നാമതായി, ഒരുപാട് വിശദീകരിക്കാനുള്ള സമയമില്ല, ഒന്നാമത്തേതായിട്ട് ഫാത്തിമ ഈ അള്ളാഹുവിനെ സൂക്ഷിക്കണമെന്ന് പറയപ്പോ അത് നമസ്കാരമാണ് ഫാത്തിമ. രണ്ടാമത്തത് കേൾക്കണോ ഫാത്തിമ, നിന്റെ നാവിനെ സൂക്ഷിക്കലാണ് ഫാത്തിമ. നമസ്കരിക്കുന്നു, നോമ്പ് പിടിക്കുന്നു, സക്കാത്ത് കൊടുക്കുന്നു, സമ്പത്തുള്ളപ്പോ അള്ളാഹുവിന്റെ വിശുദ്ധമാക്കപ്പെട്ട ഗ്രഹത്തില് പോയി ഇന്നുകൊണ്ട് ഹജ്ജ് ചെയ്യുന്നു. കാര്യങ്ങളൊക്കെ ശരി തന്നെയാണ്.
ഇൻഷാ അല്ലാഹ് നാളെ നമ്മൾ പറയുന്നത് ഖബറിന്റെ അവസ്ഥയാണ്. ഖബർ സ്വർഗമാണോ നരകമാണോ, അതിലേക്ക് എത്താനുള്ള വഴി ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഖബർ സ്വർഗമാകണം, നരകത്തിന്റെ പടുകുഴിയാകാൻ പാടില്ല. അത് ഇൻഷാ അല്ലാഹ് നമ്മൾ ഇവിടെ നാളെ പറയും. അല്ലാഹു തആല കേൾക്കാനും പഠിക്കാനുള്ള തൗഫീക്ക് നമുക്ക് തരട്ടെ. അതുകൊണ്ട് പറയാ സഹോദരങ്ങളെ, രണ്ടാമതായി അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു കൊടുത്തു, നിങ്ങളുടെ നാവിന് സുന്നത്ത്. എന്താ, ചില ആൾക്കാർ പള്ളിയിലോട്ട് കയറും, സുബ്ഹാനല്ലാഹ് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി, നമസ്കാരം കഴിഞ്ഞ് ഇങ്ങോട്ട് ഇറങ്ങിയ ബ്ലേഡിനെക്കാളും വലിയ മൂർച്ചയുള്ള നാക്കുമായിട്ട് ഇറങ്ങുന്നത്. അള്ളാന്റെ പള്ളിയുടെ മുമ്പിൽ തന്നെ ഇരിക്കും, വേറെ അങ്ങോട്ടും പോകണ്ട. ഈമാൻ കൂട്ടാനായിരുന്നു, ഈമാൻ കിട്ടണ്ടേ, പള്ളിയുടെ മുമ്പിൽ തന്നെ കിട്ടത്തുള്ളൂ. എന്നാലും അങ്ങനെ ശരിയല്ലേ, ഇങ്ങനെ പറയാറില്ലേ? ഈ ഒരു കോലത്തിൽ പോയാൽ തിങ്കൾ ഹബീബുല്ലാഹ് ത്വാഹ റസൂലുള്ളാഹ്, തിങ്കൾ ഹബീബുല്ലാഹ്. അല്ലാഹുവിന്റെ റസൂല് പറയുകയാ, എന്റെ പൊന്നുമോളെ ഫാത്തിമ, നിന്റെ നാവിനെ സൂക്ഷിക്കണേ ഫാത്തിമ. നബി തങ്ങളുടെ സ്വഹാബാ കിറാമിനോട് ചോദിക്കുകയാ, എന്റെ പ്രിയപ്പെട്ട സ്വഹാബത്തെ, നാളെ മഹ്ശറിയാകുന്ന കോടതിയില്ലേ, അവിടെ എല്ലാവരും ഒരുമിച്ച് നോക്കുകയാ, ചെമ്പിട്ട തറയിൽ നിൽക്കുകയാ, സൂര്യൻ നദിച്ചാണൂരത്തിൽ വിളിച്ചു നിൽക്കുകയാ. യൗമയദൂ ആദമിന്ന അംബിയാ നഫ്സി 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 നഫ്സിയാ. മക്കളെ സഹായിക്കാനില്ലാത്ത മഹ്ശറ, ഭാര്യമാർ സഹായിക്കാനില്ലാത്ത മഹ്ശറ, പ്രിയപ്പെട്ട ഭർത്താക്കന്മാർ സഹായിക്കാനില്ലാത്ത മഹ്ശറ. ഇവിടെ വെച്ചൊരു പ്രയാസം വന്നു പോയാ, ഒരു ബുദ്ധിമുട്ട് വന്നു പോയാ, ഒരു കഷ്ടപ്പാട് വന്നു പോയാ, ഒരു പ്രയാസം വന്നു പോയാ, ഒരു ആവരാതി വന്നു പോയാ, ഒരു വേവരാതി വന്നു പോയാ, നിന്റെ പ്രിയപ്പെട്ടവരെ വിളിച്ചുകൊണ്ട് കണ്ണൂരോട് വെട്ടിക്കരഞ്ഞുകൊണ്ട് പറഞ്ഞു പോയാ, അവർ നിന്നെ സഹായിക്കാതെ കടന്നു വരുമല്ലോ. മഹ്ശറിയാകുന്ന കോടതിയില് പരസ്പരം നെട്ടോട്ട് ഓടുകയാ. അങ്ങനെയുള്ള കോടതിയില് ഒന്നുമില്ലാതെ പോകുന്നവരാരാണ്? ആരാണ് സ്വഹാബ? അല്ലാഹുവിന്റെ റസൂലിനോട് സ്വഹാബാക്കൾ പറയുകയാ, നബി അത് സമ്പത്തില്ലാത്തവരാണ്. നാളെ മഹ്ശറിൽ പാപ്പരാവുക അത് സമ്പത്തില്ലാത്തവരാണ്, പണം ഇല്ലാത്തവരാണ് എന്നൊക്കെ പല സ്വഹാബാക്കളും പലതും പറഞ്ഞു. ആ സമയത്ത് നബി തങ്ങൾ പറഞ്ഞു, അല്ല സ്വഹാബ, അല്ല. ദുനിയാവിൽ നിന്നവിടെ കടന്നു വരുമ്പോ ഒരുപാട് നമസ്കാരങ്ങളുണ്ട്, ഒരുപാട് ദിക്റുകളുണ്ട്, ഒരുപാട് ദിക്റുകളുണ്ട്. ഇന്നിപ്പോ അള്ളാന്റെ പള്ളി വന്നിട്ട് ഒരു വട്ടവും ഒരു അസ്തഗ്ഫിറുല്ലാഹ് എന്ന് പറയാത്തവരുണ്ടാവൂല. ഇവിടെ ഇരിക്കുന്നവർ പോലും അസ്തഗ്ഫിറുല്ലാഹ് എന്ന് പറയാത്തവരുണ്ടാവൂല, അല്ലെ? പലരും ഒരുപാട് ദിക്റുകളും അസ്തഗ്ഫിറുല്ലാഹ് ഇങ്ങനെ കൂട്ടിച്ചൊല്ലുന്നവരാണ്. എന്നാൽ ഞാൻ പറയാൻ, ഇങ്ങനെ അസ്തഗ്ഫിറുല്ലാഹ് അധികരിപ്പിച്ച മുസ്ലിമേ, നരകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ യാദൽ ജലാൽ വൽ ഇക്റാം, ഇത് ചൊല്ലിയാ നരകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ റസൂലുള്ള പഠിപ്പിച്ചപ്പോ, ഇത് പഠിക്കുന്ന മുസ്ലിമേ, ഇത് ചൊല്ലുന്ന മുസ്ലിമേ, കിടക്കാൻ വേണ്ടി മുസല്ലായില്ല, നിന്റെ പായിലേക്ക് നീ സമ്മതിക്കുമ്പോ, നിന്റെ കട്ടിലിൽ പോയിരിക്കുമ്പോ ആ സമയത്ത് പോലും ദിക്ർ ചൊല്ലുന്ന എന്റെ പ്രിയപ്പെട്ട മുസ്ലിമേ, എന്നാലെന്ന് പറയട്ടെ, നിങ്ങളോട് പറയട്ടെ, ദിക്ർ ചൊല്ലി ദുആ ചെയ്ത് കണ്ണുനീരോടെ കിടന്നിറങ്ങി പക്ഷേ മഹ്ശറിയാകുന്ന കോടതിയിലേക്ക് വന്നപ്പോ നിന്റെ ദിക്റില്ല, നിന്റെ സുബ്ഹാനല്ലാഹില്ല, നിന്റെ അല്ലാഹു അക്ബർ ഇല്ല, നിന്റെ തസ്ബീഹില്ല, നിന്റെ തഹ്ലീലില്ല, ഒന്നുമില്ല. എല്ലാം വീതിച്ചു കൊടുക്കുന്നു. ആരെക്കുറിച്ച് വസാദ് പറഞ്ഞു, ആരെക്കുറിച്ച് കുറ്റം പറഞ്ഞു, അതൊക്കെ വീതിച്ചു പോയി, വീതിച്ച് മറ്റുള്ളവർ കൊടുത്തു. ഇപ്പൊ എന്നെ കുറിച്ച് ഇപ്പൊ നിങ്ങളെ കുറ്റം പറഞ്ഞാലോ, എനിക്ക് നിങ്ങളെല്ലാം കിട്ടി. ഞാൻ നിങ്ങളെ കുറിച്ച് പറഞ്ഞാലോ, എന്റെ ഇബാദത്തും എന്റെ വാദ് എന്റെ ദിക്ർ എന്റെ തസ്ബീഹൊക്കെ നിങ്ങൾക്ക് കിട്ടി, അല്ലേ? ഇന്ന് മുഅ്മിനുകൾ ഇങ്ങോട്ട് പെട്ടുപോയി. മുഅ്മിനുകളിൽപ്പെട്ട ആൾക്കാരാ പറഞ്ഞുതരാ, ഖുർആന്റെ തെളിവ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്നല്ലദീന യുഹിബ്ബൂന അൻ തശീഹൽ ഫാഹിശ
الذين آمنوا لهم عذاب أليم في الدنيا والآخرة. ഇത് വേറെ ആരുമല്ല, മുഅ്മിനുകളാ, നമസ്കരിക്കുന്നവരാണ്, ദിക്ർ ചൊല്ലുന്നവരാണ്, തസ്ബീഹ് ചൊല്ലുന്നവരാണ്. ശ്രദ്ധിച്ചോ? എന്താ? ഇന്നല്ലദീന, നിശ്ചയമായിട്ട് ഒരു കൂട്ടം ആളുകൾ മോശമായിട്ടുള്ള കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞു പരത്തി അവനെ എങ്ങനെ കടിച്ചമർത്താൻ നോക്കി. ഇനി പാരെ കടിച്ചമർത്താൻ അമരൂല, അള്ള വിചാരിക്കണം. അങ്ങനെ നോക്കുന്ന പല ആളുകളുമുണ്ട്. തൊപ്പി വെച്ചെന്നവരുടെ കാര്യമില്ല, ഞാൻ ഈ വെള്ള വസ്ത്രം ഇട്ടുന്നവരുടെ ഒരു കാര്യമില്ല, താടി വെച്ചെന്നവരുടെ കാര്യമായില്ല. മനസ്സെന്നാവണം നമ്മുടെയൊക്കെ, എന്നാൽ നമ്മളൊക്കെ ചൊവ്വാകൂ. അതുകൊണ്ട് പറയുകയാണ് ഖുർആന, ഇന്നല്ലദീന യുഹിബ്ബൂന അൻ തശീഹൽ ഫാഹിഷ, മോശമായിട്ടുള്ള കാര്യങ്ങളെ വിളിച്ചു പറയാ. ആരെക്കുറിച്ച് എന്ത് വേണമെങ്കിലും വിളിച്ചു പറയാ. എന്റെ പ്രിയപ്പെട്ടവരെ, മനുഷ്യൻ ഗമിച്ചു കൊണ്ടിരിക്കുമ്പോ അല്ലാഹു തആല പറയുകയാണ് ഫില്ലദീന ആമനൂ, അവരെങ്ങനെ ഉള്ളവരെന്നറിയോ? അവൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിയവരാ, സുബ്ഹ് നമസ്കരിച്ചവരാ, നസ്ർ നമസ്കരിച്ചവരാ. ഫില്ലദീന ആമനൂ, ആമനു, അവർ വിശ്വസിച്ചവരാണ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിയവരാണ്. ഇങ്ങനെ ഉള്ളവർ ആളുകളെ കുറിച്ച് നുണകൾ പറഞ്ഞുകൊണ്ട് നടക്കുകയാണ്. എന്നാ അവരുടെ ശിക്ഷ ആഖിറത്തിൽ മാത്രമല്ല, ലഹും അദാബ് അലീമുൻ ഫിദ്ദുനിയാ വൽ ആഖിറ. ഇവരുടെ ശിക്ഷ എന്ന് പറയുമ്പോ ആഖിറത്തിലേക്ക് മാത്രമല്ല പ്രിയപ്പെട്ടവരെ മാറ്റിവെക്കുക. ഈ ദുനിയാവിൽ വെച്ചുകൊണ്ട് തന്നെ അല്ലാഹു അവർക്ക് ശിക്ഷ കൊടുക്കുകയാ. എന്തിനേറെ ലോകത്തിന്റെ നേതാവ് മുഹമ്മദ് തങ്ങളുടെ പ്രിയപ്പെട്ട ഭാര്യ ബീവി ആയിഷ റളിയല്ലാഹു തആല അൻഹയെ കുറിച്ച് ആളുകളുടെ അപവാദങ്ങൾ പറഞ്ഞു പരത്തിയപ്പോ, എന്റെ പ്രിയപ്പെട്ടവരെ, അല്ലാഹുവിന്റെ റസൂല് കണ്ണുനീരോടെ കിടന്നിറങ്ങി, നിമിതങ്ങൾ കണ്ണുനീരോടെ ഇരുന്നിറങ്ങിയല്ലേ. എന്നാൽ എന്റെ പ്രിയപ്പെട്ടവരോട് പറയട്ടെ, അത് അറിയാതെ പെട്ടുപോയി ആളുകൾ എന്തൊക്കെയോ പിറന്നിക്കൊണ്ട് പറഞ്ഞപ്പോ അറിയാതെ പെട്ടുപോയ ആളാണ് ഹസ്സാൻ ഇബ്നു സാബിത്ത് റളിയല്ലാഹു. ആരാ ഹസ്സാൻ ഇബ്നു സാബിത്ത് എന്നറിയോ? ആരാ ഹസ്സാൻ ഇബ്നു സാബിത്ത് എന്നറിയോ? വജ്മനു മിൻക ലം തറാ കത്വൈനി വഹസന മിൻക ലം തലിദിൽ നിസാഉ. ലോകത്തിന്റെ നേതാവിനെ പോലെ സൗന്ദര്യമുള്ള ഒരാളെയും ഇന്നേ വരേക്ക് ഒരു ഉമ്മയും ജന്മം നൽകിയിട്ടില്ല എന്നുള്ള സുന്ദരമാക്കപ്പെട്ട കവിതകൾ പാടി ആലപിച്ച ബഹുമാനപ്പെട്ട ഹസ്സാൻ ഇബ്നു സാബിത്ത് റളിയല്ലാഹു തആല അൻഹു ആയിഷ ബീവിയെ കുറിച്ച് ആളുകൾ എന്തൊക്കെയോ പറഞ്ഞപ്പോ അറിയാതെ, എന്താണെന്ന് അറിയാതെ ചെന്ന് ചെവിക്കൊടുത്തു പോയി. ആ സമയത്ത് എന്തുണ്ടായത്? അവിടത്തെ കണ്ണിന്റെ കാഴ്ച എന്ന് പോവുകയാണ്. ഇതറിഞ്ഞുകൊണ്ട് ആയിഷ ബീവി പറയാ, അയ്യോ അദാബ് അശദ്ദു മിൻ ഹമാ, ഒരു കണ്ണുടനേക്കാൾ എന്ന് ശിക്ഷയാ അല്ലാഹു റബ്ബുൽ ഇസ്സത്തായ തമ്പുരാ ഈ ദുനിയാവിന്റെ പുറത്ത് വെച്ചുകൊണ്ട് കൊടുക്കുക. ഇതെന്റെ വാക്കല്ല, ലഹു അദാബുൽ അലീം ഫിദ്ദുനിയാ. ഖുർആൻ പറഞ്ഞ ഒന്നും പാഴായിട്ടില്ല, ഇന്നേ വരേക്കും വെള്ളത്തിൽ ഒളിച്ചു പോയിട്ടില്ല. ആ ഖുർആൻ പറഞ്ഞു, ലഹും അദാബുൻ അലീമുൻ ഫിദ്ദുനിയാ, ദുനിയാവിൽ അല്ലാഹു അവർക്ക് വേദനാജനകമാവുന്ന ശിക്ഷ കൊടുക്കുന്നതാണ്. അല്ലേ? കൊടുക്കും, ഇവിടെ വെച്ച് കൊടുക്കും. ഒന്നുകൾ മക്കൾക്ക് രോഗം എടുത്തുകൊണ്ട്, അവന്റെ ഭാര്യക്ക് രോഗം എടുത്തുകൊണ്ട്, അല്ലെങ്കിൽ അവൻ ഏത് പ്രവൃത്തിയിൽ ഏർപ്പെട്ടാൽ ആ പ്രവൃത്തിയിലൊക്കെ അല്ലാഹു തആല ബറക്കത്ത് ഊരിക്കലും നസഅ അൻഹുൽ ബറക. അല്ലാഹു റബ്ബുൽ ഇസ്സത്തായ തമ്പുരാൻ അവന്റെ ജീവിതത്തിൽ നിന്ന് ബറക്കത്ത് ഊരി മാറ്റും. പിന്നെ അവർക്ക് ഒരു രക്ഷ ഉണ്ടാകൂല, ഒരു രക്ഷ ഉണ്ടാകൂല. ഫുള്ള് സമയം നമസ്കരിക്കണമെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഇന്നേ വരേക്ക് എന്റെ താടി വളയ്ക്കാതെ ഞാൻ സുന്നത്താക്കപ്പെട്ട താടി വളർത്തി എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. എല്ലാ സമയത്തും നല്ലതുപോലെ നല്ല തൊപ്പി വെച്ചുകൊണ്ടാണ് ഞാൻ പോകുന്നത് എന്ന് പറഞ്ഞിട്ട് കാര്യമായില്ല. എന്റെ പ്രിയപ്പെട്ടവരെ മനസ്സിലാക്കണം. അതുകൊണ്ട് ലഹും അദാബ് അലീമുൻ ഫിദ്ദുനിയാ വൽ ആഖിറ.
വിശദീകരിക്കാൻ സമയമില്ല. അതുകൊണ്ട് പറയുകയാണ് ഫാത്തിമ, നിന്റെ നാവിനെ സൂക്ഷിക്കണേ ഫാത്തിമ. അവസരയിലേക്ക് വരുമ്പോ നല്ല നമസ്കാരങ്ങളായിട്ട് കടന്നു വന്നതാണ്. ഇന്ന് ഷമീർദാൻ ഇവിടെ നിന്നുകൊണ്ട് വാല് പറഞ്ഞു. ഈ വാലിന്റെ കൂടെ ചിലപ്പോ ഇന്ന് ഇവിടെ നിൽക്കുന്ന ഒരാളെ കുറിച്ച് ഞാൻ കുറ്റം പറഞ്ഞു പോയാ, ഷമീർ മന്നായെ കുറിച്ച് ഞാൻ കുറ്റം പറഞ്ഞു പോയാ, യാസുർ ഉസ്താദിനെ കുറിച്ച് ഞാൻ കുറ്റം പറഞ്ഞു പോയാ, എന്റെ വാലിന്റെ പേര് എടുത്തവർക്ക് അല്ലാഹുത്താല കൊടുക്കുകയാ. പിന്നീട് എനിക്ക് അവിടെ രക്ഷയില്ല. അതുകൊണ്ട് ഇവിടെ വെക്കുന്ന, ഇവിടെ ഇരുന്നുകൊണ്ട് വാല് നോക്കുന്ന, നമസ്കരിക്കുന്ന മുത്തഖീങ്ങള്, നിങ്ങളുടെ നമസ്കാരം മറ്റുള്ളവന് കൊടുക്കല്ലേ, മറ്റുള്ളവർക്ക് വേണ്ടി ഇവിടെ കിടന്നവൻ അധ്വാനിക്കല്ലേ. നമ്മൾ അധ്വാനിച്ച് കഷ്ടപ്പെട്ട് അള്ളാഹുവിന്റെ പൊരുത്തം നേടാ, അള്ളാഹുവിന്റെ അടുക്കലേക്ക് ഒന്ന് എത്താൻ വേണ്ടി കഷ്ടപ്പെട്ട് നാളെ മഹ്ശറ ചെല്ലുമ്പോ നമുക്ക് ചിന്ത എല്ലാം ഓക്കെ എന്ന് പറഞ്ഞുകൊണ്ട് ചെല്ലുമ്പോ ഒരാൾ വന്നിട്ട് പറയാ, അള്ളാഹുവേ ഈ നിൽക്കുന്ന ഷമീർദാരിനി അവൻ വന്നു പറഞ്ഞു, പക്ഷെ അവൻ എന്നെ കുറിച്ച് ഇല്ലാത്തത് പറഞ്ഞു, അവന്റെ ആ ഉള്ള വാളിന്റെ തരാൻ പറയുമ്പോ എന്റെ വാളിന്റെ കൂലി പോയി, നോമ്പിന്റെ കൂലി പോയി, സക്കാത്തിന്റെ കൂലി പോയി. ഈ ദുനിയാവിന്റെ അഹങ്കാരത്തിന്റെ ആർഭാരത്തിന്റെ ആവാസനത്തിന്റെ അലോസരത്തിന്റെ ആഴക്കളെ ഒരു മനുഷ്യൻ പെട്ടുപോയി കഴിഞ്ഞാൽ എന്റെ പ്രിയപ്പെട്ടവർ ഒരു രക്ഷയുണ്ടാവൂല. എത്ര പള്ളിയിൽ കയറി നമസ്കരിച്ചിട്ടും കാര്യമില്ല, എത്ര ഇബാദത്ത് ചെയ്തിട്ടും കാര്യമില്ല. ആദ്യം മനസ്സും നമ്മുടെ നാവും കറക്റ്റാണോ, നിന്റെ ഇബാദത്തിന്റെ കൂലി ഒന്നുപോലും അല്ലാഹു തആല നഷ്ടപ്പെടുത്തി കളയാതെ അല്ലാഹുവിന്റെ ആഖിറത്തിൽ നിനക്ക് അവിടെ വെച്ചുകൊണ്ട് തരുമെന്ന് മദീനത്തിന്റെ രാജകുമാർ മുഹമ്മദുർ റസൂലുള്ളാഹി അഷ്റഫുൽ ഖൽഖ് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് സൂക്ഷിക്കണം. എന്നാൽ നമ്മൾ രക്ഷപ്പെട്ടു. അള്ളാഹു നമുക്ക് സ്വർഗം തരട്ടെ. ആമീൻ പറയ്. അള്ളാഹു നമുക്ക് സ്വർഗം തരട്ടെ. എല്ലാ ദുആക്കും ഒരു പവറുമില്ല, നിങ്ങളുടെ ആമീനാണ് പവർ. അതുകൊണ്ട് ആത്മാർത്ഥമായിട്ട് ആമീൻ പറഞ്ഞു. അല്ലാഹുവേ, ഇവിടെ ഇരിക്കുന്നവർക്ക് മുഴുവൻ നീ നിന്റെ സ്വർഗം തരണേ റഹ്മാനെ. നമ്മുടെ നമസ്കാരം, നമ്മുടെ സക്കാത്ത്, നമ്മുടെ സദഖ, നമ്മുടെ ഇബാദത്ത് ഒന്നും അല്ലാഹുവേ നാളെ മഹ്ശറയാകുന്ന കോടതിയിൽ മറ്റുള്ളവന് വീതിച്ചു കൊടുക്കുന്ന ഒരവസ്ഥ നീ വരുത്തല്ലേ അല്ലാഹ്. മുസ്തഫ മുഹമ്മദും സൂക്ഷിക്കണം. സൂക്ഷിച്ചാൽ ദുഃഖിക്കേണ്ടി വരില്ല, സൂക്ഷിച്ചിട്ടില്ല എങ്കിൽ ദുഃഖിക്കേണ്ടി വരും. അള്ളാഹു നമുക്കൊക്കെ തൗഫീക്ക് തരട്ടെ. അള്ളാഹു നല്ലത് ചിന്തിക്കാനുള്ള തൗഫീക്ക് തരട്ടെ. നിന്റെ അയൽവാസിയെ കുറിച്ച് മോശമായിട്ട് കരുതാ പാടില്ല. ഒരു ചിന്തമേ നിന്റെ മനസ്സിന്റെ മനോമുഖരത്തിൽ വരാ പാടില്ല. അവനിക്ക് വലിയ കൊട്ടാരമുണ്ടല്ലോ, അവനിക്ക് വലിയ കാറുണ്ടല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് പോകാ പാടില്ല. നല്ലതുപോലെ ഞാൻ കാസർഗോഡ് ജില്ലയിൽ കഴിഞ്ഞ ആഴ്ച വാതിന് പോയപ്പോ എന്റെ പ്രിയപ്പെട്ടവൻ അവിടെ സുബൈർ എന്ന് പറയുന്ന ഒരു പാവപ്പെട്ട ഒരു ചെറുപ്പക്കാരൻ കണ്ടാൽ ഒരു കോലല്ല, ചുളിഞ്ഞൊരു ഷർട്ടൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ വന്ന് സ്റ്റേജിൽ വന്നിരുന്നു. ഞാൻ വിചാരിച്ചു ഏതോ പാവപ്പെട്ടവനായിരിക്കുന്നു. അതെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ അപ്പോൾ ഇദ്ദേഹം ഉസ്താദ് എൻ്റെ വീട്ടിലാണെന്ന് പറഞ്ഞു. അപ്പോൾ കിടത്തല്ലേ, അവൻ ആയിക്കോട്ടെ കുഴപ്പമില്ല എന്ന് പറഞ്ഞു. ഞാനങ്ങനെ അൽഹംദുലില്ലാ ഏതായാലും നല്ല മനസ്സോടിപ്പോയി. ഏതായാലും ഒരു കണ്ടപ്പോൾ ആളൊരു പഞ്ചപാവപ്പെട്ടവനാ. സുബ്ഹാനല്ലാഹ് ചെന്ന് കണ്ടപ്പോൾ ആ വീട് കണ്ടപ്പോൾ തന്നെ ഞാൻ വെച്ചാൽ അല്ലാഹ് ഇത് ഇങ്ങനെ ഇതുള്ള നാളെ സ്വർഗം എന്താ, അത്ര വലിയ വീടാ. അഹങ്കാരമില്ല, ആവാസത്തരമില്ല, ആർഭാരമില്ല, അലോസരയില്ല. അള്ളാഹ്ക്ക് വേണ്ടി ഇബാദത്ത് ചെയ്യാൻ വരുന്നവർക്ക് മുഴുവൻ പ്രത്യേകം ഒരു ഹാള്. എന്റെ പ്രിയപ്പെട്ടവർ, ഇതേപോലെ നമ്മളുമായി മാറണം. അപ്പോ അപ്പുറത്തുള്ളവന്റെ വീട് ഞാൻ ചോദിച്ചു, അതാരാന്ന് ചോദിച്ചു. ഉസ്താദെ, ഞാൻ കൊടുത്തിട്ട് പറയണ ശരിയല്ല എന്ന് പറഞ്ഞിട്ട് സുബൈർ എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ പറഞ്ഞു, അതൊരു പാവപ്പെട്ട എത്തിയൻകുട്ടിയാണ്. ആ എത്തിയൻകുട്ടിയുടെ കല്യാണം കഴിച്ചു കൊടുത്ത ഞാനാണ്. ആ കുട്ടിക്ക് ഒരു വീട് ഞാൻ വെച്ചു കൊടുത്തതാ എന്ന് പറയുന്ന ഒരു മനസ്സ് നമ്മുടെ പോത്തൻകോടിന്റെ ഈ പരിസരത്തുള്ള ഈ ദേശത്ത് ഒരാളെങ്കിലും, പ്രിയപ്പെട്ടവരെ, നമുക്കതിനുള്ള മനസ്സിൽ നമ്മുടെ സമ്പത്തൊക്കെ നഷ്ടപ്പെട്ടു പോകും. അതുകൊണ്ട് ഓരോരുത്തരെ കുറിച്ചും നല്ലത് മാത്രം നമ്മൾ കാണുന്ന ഒരു നല്ല ചിന്ത ഓരോരുത്തരെ കുറിച്ചും, എന്നാലേ നമുക്കൊക്കെ രക്ഷയുള്ളൂ. അതുകൊണ്ടാണ് രണ്ടാമത്തെ കാര്യം വിശദീകരിക്കാൻ സമയമില്ല. രണ്ടാമത്തെ കാര്യം അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, എന്റെ പൊന്നുമോളെ ഫാത്തിമ, ആരെക്കുറിച്ചും കുറ്റം പറയുന്നു ഫാത്തിമ. എന്റെ പ്രിയപ്പെട്ടവരെ, രണ്ടാമത്തെ കാര്യം അതാണ്. അതുകൊണ്ട് അല്ലാഹുവിനെ സൂക്ഷിക്കണേ. അല്ലാഹുവിനെ സൂക്ഷിക്കാൻ ഒരു സെക്കൻഡോ മിനിറ്റോ നമ്മൾ മുന്നോട്ട് നിൽക്കല്ലേ. മൂന്നാമത്തെ കാര്യം പറയട്ടെ, എന്റെ പൊന്ന് കരളെ ഫാത്തിമ, നീ മരിക്കാൻ നടക്കുമ്പോ അസ്റായീൽ അലൈഹിസ്സലാത്തു
അലൈഹിസ്സലാം കടന്നു വരുമ്പോ കടന്നു വരുന്ന സമയത്ത് നിനക്ക് രക്ഷപ്പെടണമെന്നൊരു ഫാത്തിമ സദാ സമയത്തില്ല ഇലാഹ ഇല്ലല്ലാഹ് വിശുദ്ധമാക്കപ്പെട്ട കലിമത്തു തൗഹീദ് സദാ സമയത്തും ചൊല്ലിക്കൊണ്ട് നടന്നു ഫാത്തിമ. ഇല്ലാ ഇലാഹ ഇല്ലല്ലാഹ് ഒരാൾ ചൊല്ലിപ്പോയാ എല്ലാ തെറ്റിൽ നിന്ന് പിന്തിരിയാ അവനൊരു മാർഗമാണ് ഫാത്തിമ. അതിലെ റബ്ബിനെ സൂക്ഷിക്കുന്നവനാണ് അല്ലാഹ് ഇഷ്ടപ്പെടുന്നവനാകും ഫാത്തിമ. ഇത് ശരീരധാരണിയുടെ വാക്കല്ല. ഒരിക്കൽ പോലും കളവ് പറയാ അവിടത്തെ നാക്കുവരത്താത്ത മദീനത്തിന്റെ പോതിലാവേ മുഹമ്മദുർ റസൂലുള്ളാഹ്. അവസാനം ഞാൻ ചോദിക്കും എത്ര കാര്യം പറഞ്ഞു? 3 എനിക്ക് നിങ്ങൾ പറഞ്ഞു തരണം. ഇൻഷാ അല്ലാഹ് പറയും. ഒരാൾ പറയും ഇൻഷാ അല്ലാഹ്. നിങ്ങളൊന്ന് ഉഷാറായ മനുഷ്യൻ അള്ളാഹു നമുക്കൊക്കെ അള്ളാഹുവിന്റെ സ്വർഗം നൽകുമാറാകട്ടെ. ഇന്നിപ്പോ വെള്ളം അടിച്ച് കള്ള് കുടിച്ചുകൊണ്ട് നിൽക്കുന്ന ഒരാള് കള്ള് കുപ്പി കയ്യിലുണ്ട്. ഡൈ നിനക്ക് എവിടാ പോകേണ്ട ആഗ്രഹം? അത് സ്വർഗത്തില. അതിനപ്പുറം ഒരു കഥയില്ല. ഉസ്താദിന് വെള്ളം കുടിക്കും, ഉസ്താദ് കള്ളു കുടിക്കുന്നത് ബിസ്മിയുടെ കുഴപ്പമില്ലല്ലോ. സന്തോഷമായി. എന്റെ സവിതാ കോലം മനുഷ്യൻ എന്നാ പറയാൻ സൂക്ഷിച്ചോ. സൂക്ഷിച്ചിട്ടില്ല എങ്കിൽ മുഴുവനും പരാജയത്തിന്റെ പടുകുഴിയിൽ. അള്ളാഹുവേ നമുക്കൊക്കെ നിന്റെ ജന്നാത്തിൽ ഫിർദൗസ് നീ നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ. അതുകൊണ്ട് മരിക്കുന്ന സമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലണമെങ്കിൽ അള്ളാഹിനെ സൂക്ഷിക്കണമെങ്കിലും അവന്റെ ജീവിതത്തിൽ അവൻ കലിമത്ത് തൗഹീദിനെ ഇങ്ങനെ വർദ്ധിപ്പിച്ചുകൊണ്ടേയിരിക്കട്ടെ. എന്തിനേറെ പണ്ഡിതന്മാരെന്ന് നമുക്കൊരു പാഠമാ. എന്തിനെന്നറിയോ പറയട്ടെ. എല്ലാ പണ്ഡിതന്മാർക്കും അറിയാം, യാസർ ഉസ്താദിന് അറിയാം, വിളിക്കുന്ന ഓരോ ഉസ്താദുമാർക്കും അറിയാം. ബഹുമാനപ്പെട്ട ശംസുൽ ഉലമാ അല്ലാഹു മറക്കദ ഫാത്തിമ മെഡിക്കൽ കോളേജിൽ കിടക്കുകയാ. ഫാത്തിമ എന്ന് പറയുന്ന മെഡിക്കൽ കോളേജിൽ കോഴിക്കോട് മെഡിക്കൽ കോളേജിന്റെ കത്തട്ടിൽ കിടക്കുകയാണ്. സുഖമില്ലാതെ കത്തിൽ കിടക്കുകയാ. ജീവിച്ചിരിക്കുമ്പോ സഭക്കടത്ത് വളർത്തുകൊണ്ട് നിൽക്കുമ്പോ ആ സമയത്ത് പേര് ഒരല്പസമയം കിട്ടിപ്പോയാ ഉറക്ക ചെല്ലുമായിരുന്നു. ഉറക്ക ചെല്ലാത്തൊരു സമയമില്ല. പാതിരാത്രി സമയം ഉണ്ടാകുന്നു. ആലിമീങ്ങൾ പറയുകയാണ് പാതിരാത്രി സമയങ്ങളിൽ ഉസ്താദിന്റെ റൂമിന്റെ ജനാലക്കുള്ളിലേക്കൊന്ന് ചെന്ന് നോക്കിയ കാതന്ന് വെച്ച് നോക്കിയ ചെല്ലുന്ന കേൾക്കാ. 4 മണിക്കല്ല, 2 മണിക്കല്ല, 3 മണി സമയത്തല്ല, 1 മണിക്കല്ല, 7 സമയത്ത് ചെന്ന് നോക്കിയാൽ മഹാനുഭാവന്റെ പൊന്നറിഞ്ഞ ചുണ്ടകളിൽ കോറിയിട്ട് ഫാത്തിമ മെഡിക്കൽ കോളേജിന്റെ ഉള്ളിൽ രോഗിയായിട്ട് കിടക്കുകയാ. സുബഹി നമസ്കാരത്തിന് വേണ്ടിയിട്ട് അല്ലാഹുവിന്റെ പള്ളികളുടെ മിനാരങ്ങളിൽ നിന്ന് അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ ശംസുല്ലമാനല്ലാഹു മറക്കദ ആ സമയത്ത് വിളിക്കുകയാ. അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ. വീണ്ടും മുഅദ്ദിൻ വിളിക്കുന്നത് പോലെ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ. അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് അശ്ഹദു അന്ന മുഹമ്മദുർ റസൂലുള്ളാഹ്. ഹയ്യ അലസ് സ്വലാഹ് ഹയ്യ അലൽ ഫലാഹ്. ഇതിനെല്ലാം ജവാബ് പറഞ്ഞുകൊണ്ട് ശംസുൽ ഉലമാ അല്ലാഹു മറക്കദ ആ സമയത്ത് ചെല്ലുകയാ. അവസാനം അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ തസ്ബീഹുമാല കയ്യിൽ നിന്ന് താഴെ വീഴുകയാണ്. അവസാനത്തെ ബാങ്കിന്റെ മണിയാ. സുബഹിന്റെ സമയമാ. ആലിമീങ്ങൾ കൂടി നിൽക്കുകയാ. സൂറത്ത് യാസീൻ ഓതുകയാ, ഇഖ്ലാസ് ഓതുകയാ, ദിക്റുകൾ ചൊല്ലുകയാ. അതാ അവിടെ അല്ലാഹു അക്ബർ എന്ന് പറയുമ്പോ തസ്ബീഹുമാല താഴെ വീണു പോവുകയാ. സുബ്ഹാനല്ലാഹ്. അവസാനം അല്ലാഹുവിന്റെ പള്ളികളുടെ മിനാരങ്ങളിൽ നിന്ന് ലാ ഇലാഹ ഇല്ലല്ലാഹ്. ആ സമയത്ത് ശംസുൽ ഉലമയും ചെല്ലുകയാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഉറക്കെ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചെല്ല ഒരു ഭാഗ്യം ലഭിച്ചെങ്കിൽ എന്റെ പ്രിയപ്പെട്ടവരെ ഇതേപോലെ നമ്മളെ പോലെ ആകാരത്തെ കഴിഞ്ഞു പോലെയില്ല.
അതുകൊണ്ട് സുഖനോട് പറയുന്നു, ദുനിയാവിന്റെ തുങ്കമായ സോപാനത്തിൽ അവരാരും പരിചേർന്നിരുന്നില്ല. അവരുടെ ജീവിതത്തിന്റെ സമയങ്ങളല്ല ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലാതെ കഴിഞ്ഞു പോയിരുന്നില്ല. അതുകൊണ്ട് പറയട്ടെ, മൂന്നാമതായ ഒരു മനുഷ്യർക്ക് വേണ്ടത് ഫാത്തിമ ലാ ഇലാഹ ഇല്ലല്ലാഹ്. ചെല്ലട്ടെ, കിടക്കുന്ന സമയത്ത് ചെല്ലട്ടെ, വെറുതെ ഇരിക്കുന്ന സമയത്ത് അവൻ ചെല്ലട്ടെ. അതല്ലാതെ എന്റെ പ്രിയപ്പെട്ടവങ്ങളെ, ആരോ കെട്ടിച്ചമക്കുന്ന സീരനുകൾ കണ്ടിട്ട് അതിന്റെ മുമ്പിൽ പോയിരുന്നുകൊണ്ട് വെട്ടിക്കറിയുന്ന പെണ്ണ്, അതിന് വേണ്ടി ഓശാന പാടുന്ന പെണ്ണ്, അതിനുവേണ്ടി നല്ല നല്ല കമാൻഡുകൾ പറയുന്ന പെണ്ണ്, ഒരു സമയമെങ്കിലും എന്റെ പ്രിയപ്പെട്ട ഉമ്മ ഒന്ന് പോയിരുന്നിട്ട് റബ്ബേ, ഈ സീരിയലിന്റെ മുമ്പിൽ ഞാൻ ഇരിക്കുമ്പോ, ഈ ടിവിന്റെ മുമ്പിൽ ഞാൻ ഇരിക്കുമ്പോ, ആരെങ്കിലും കെട്ടിച്ചമക്കുന്ന സീരിയലുകള് അതിങ്ങനെ കണ്ടുകൊണ്ട് കരയുമ്പോ, അല്ലാഹുവേ നിന്നെ കുറിച്ച് ഓർത്തുകൊണ്ട് കരയാവുള്ള കണ്ണുനീര് എന്റെ മനസ്സിലല്ല. അല്ലാഹുവേ, സിനിമയുടെ കഥകൾ പറയുമ്പോ, സീരിയലിന്റെ കഥകൾ പറയുമ്പോ, ഈ സമയത്തെങ്കിലും ഒറ്റനായില്ലെങ്കിലും ചെല്ല എനിക്കൊന്നും കഴിയുന്നില്ലല്ലോ അല്ലാ. ചിന്തിച്ചോ? ഇല്ല. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് പറയാൻ പാടില്ല, ലാ ഇലാഹ ഇല്ലല്ലാഹ് അധികരിപ്പിക്കും ഇൻഷാ അല്ലാഹ്. ഇതിലൂടെ അൽഹംദുലില്ലാഹ് നമുക്ക് നല്ല രീതിയിലേക്ക് നമുക്ക് ഇതെന്താ ഇവിടെ വേറെ ആൾ നടക്കുന്നില്ല. അപ്പുറം ഓപ്പറേറ്റർമാരാണെങ്കിൽ മിണ്ടാൻ പാടില്ല, ഇവിടെ ആളുകൾക്ക് വന്നത് പറയാനുള്ള നമ്മൾ പറയുന്നത് വേറെ നോക്കാം. അതുകൊണ്ട് പറയാം, ലോകത്തിന്റെ നായകൻ അഷ്റഫുൽ ഖൽഖ് നബിയുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ് പറഞ്ഞത്. അതുകൊണ്ട് പറയാം, നമ്മളൊന്ന് കേട്ടോ, അൽഹംദുലില്ലാഹ് നല്ല സന്തോഷം ഉണ്ടാകും നമുക്ക്, നമ്മുടെ ജീവിതത്തിൽ ബറക്കത്തുണ്ടാകും, ആനന്ദമുണ്ടാകും. ആർഭാടം മാറി, അലോസരം മാറി, ആവാസരങ്ങളൊക്കെ മാറി അല്ലാഹു നല്ലൊരു ജീവൻ നമുക്ക് തരുമെന്ന് നബിയുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇതെല്ലാം പറഞ്ഞു കൊടുത്തിട്ട് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുന്ന് പറഞ്ഞു, മോളെ, ഈ 3 കാര്യം നിന്റെ ജീവിതത്തിൽ കൊണ്ടുവന്നാൽ നിന്റെ മനസ്സിന്റെ മാണിക്യ കൊട്ടാരമാകുന്ന ജന്നാത്തുൽ ഫിർദൗസ് നിനക്ക് ലഭിക്കും. ഫാത്തിമ എന്ന ലോകത്തിന്റെ നായകന്, മദീനത്തിന്റെ പൂനിലാവ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ബാക്കിയിരിക്കുന്ന വല്ലിപ്പാരൊക്കെ ഉറക്കെ സലാത്ത് ചൊല്ലട്ടെ. അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ തങ്ങൾ പറഞ്ഞു പഠിപ്പിച്ചു. അതുകൊണ്ട് നമ്മുടെ മനസ്സിന്റെ മാണിക്യ കൊട്ടാരമാകുന്ന ജന്നാത്തുൽ ഫിർദൗസ് അതിലേക്കൊന്ന് പോകാൻ കൊതിയില്ലാത്തവരാരും ഇവിടെ ഉണ്ടാകൂല. അതുകൊണ്ട് ഉറപ്പിച്ചോ, ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിച്ചോ, നല്ലതുപോലെ ചൊല്ലിക്കുകയും ചൊല്ലിപ്പിക്കുകയും ചെയ്തു. മക്കളോട് ചൊല്ലിക്കൊടുക്ക്, ചെല്ലുമോനെ. ഒരു ദിവസം ഇരുന്നു കൊണ്ട് പണ്ടുള്ള വല്യമ്മമാരും വല്യപ്പമാരൊക്കെ നമ്മളോടൊക്കെ പറഞ്ഞു, പിന്നെ എന്റെ കാലം ഇപ്പോഴത്തെ കാലം തന്നെയാണ്. ഞാൻ മദ്രസയിലൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുമ്പോ, 3ാം ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോ, അന്ന് എന്റെ ഉമ്മാക്കൾ എന്ന് പറഞ്ഞാൽ ഹസ്ബി റബ്ബി ജല്ലല്ലാഹ് മാഫി ഖൽബി ഖൈറുല്ലാഹ് നൂർ മുഹമ്മദ് സല്ലല്ലാഹു. ഇത് കേട്ടിട്ട് നമ്മളും പഠിച്ചു. നമ്മൾ ചെറുപ്പത്തിലെ പഠിച്ചത് ഇപ്പൊ അന്ന് ചൊല്ലിയത് ഇപ്പൊ ഉമ്മ പറയാനായിട്ടാ ഭയങ്കര രസമാണ്. അന്ന് ഉമ്മ ചൊല്ലുന്ന കേട്ട് നമ്മൾ പഠിച്ചെന്താ ഹസ്ബി കൽബി കാല പൂരാന അന്ന് നമ്മൾ ചൊല്ലിയത്. അപ്പൊ അതൊക്കെ മാറി അൽഹംദുലില്ലാഹ്. അപ്പൊ അത് പറയാ, പണ്ടുള്ള ഉമ്മമാരൊക്കെ അത് ചൊല്ലും. സന്ധ്യ സമയമായി കഴിയുമ്പോൾ ഖുർആൻ എടുത്ത് വെച്ചുകൊണ്ട് ഓതും. ഇന്നിപ്പോൾ അതൊക്കെ മാറിയില്ലേ? ഇശാമഗ്രിബിനൊക്കെ ബാങ്ക് വിളിക്കുന്ന സമയത്ത് 1 അല്ല 2 അല്ല 3 അല്ല 100 കണക്കിന് സീരിയൽ അഡിക്റ്റായിക്കൊണ്ട് എന്റെ പ്രിയപ്പെട്ട പെങ്ങന്മാർ അതിന്റെ മുമ്പിൽ വെട്ടം തിരിയാത്ത പാവപ്പെട്ട മക്കളെ പിടിച്ചു നിർത്തിയിട്ട് അതിന്റെ മുമ്പിൽ പോയി കുത്തിയിരിക്കുമ്പോ അതിനകത്തുള്ള ശീലമായിട്ടുള്ള ചിത്രങ്ങൾ കണ്ടുപിടിക്കുന്ന നിന്റെ പ്രിയപ്പെട്ട മക്കള് ഒരു സമയത്ത് വഴിവെട്ടിപ്പോയവരുടെ കാര്യമില്ല. അതിനുള്ള ഉത്തരവാദിത്തം ഈ കാണുന്ന പ്രിയപ്പെട്ട മാതാപിതാക്കളാണ്. നിങ്ങളുടെ മനസ്സുകൊണ്ടെന്ന് ചിന്തിക്കണമല്ലാതെ മഗ്‌രിബിന്റെ സമയത്ത് ബാങ്ക് കേൾക്കുമ്പോ അമ്മയും മാനസപുത്രി സ്ത്രീധനവും മറ്റേത്തനവും അല്ലാത്തതനവും ഇത് കണ്ടുകൊണ്ടിരുന്ന നാളെ മഹുശറയാകുന്ന കോടതിയിൽ പോകുമ്പോ ഈ ഇരുന്നുകൊണ്ട് കാണുന്ന എന്റെ പ്രിയപ്പെട്ട പുന്നാരമക്ക് നാളെ നമ്മൾ കാർക്കിച്ചു തുപ്പുന്നൊരവസ്ഥ ഇതുണ്ടാകുമല്ല അല്ലാ. ഇത് നമ്മൾ ചിന്തിക്കാറില്ല, ഇത് നമ്മൾ ഓർക്കാറില്ല. അതുകൊണ്ട് പറയാൻ സന്ധ്യ സമയമാകുമ്പോ 10 ലാ ഇലാഹ ഇല്ലല്ലാഹ് ഒക്കെ ചൊല്ലി ആ ഇരിക്കുന്ന മുസല്ലായിൽ ഇരുന്നു കൊണ്ട് പണ്ടുള്ള വല്യമ്മമാരൊക്കെ അല്ലാഹ് തീരുപേരും സ്തുതിയും സലാവാത്തും അതിനാൽ തുടങ്ങുക അരുൾ ചെയ്തതാബ. ബാക്കി എന്താ ചൊല്ലിക്കേ? ബാക്കി ചൊല്ലിക്കേ കേട്ടെ.
മുഹീദ്ദിമാരുടെ ബാക്കി ഫസ്റ്റ് രണ്ടാമത്തെ വരി അലം ഉടയവൻ പാടി മക്കളെ ബാക്കി പാടി മുക്കാബിലയുടെ ബാക്കി അറിയോ? മുക്കാബിലയുടെ ബാക്കി അറിയോ? അതറിയില്ല. അതുപോലെ ഒരുപാട് പാട്ടുകൾ മക്കളെ അറിയാം. അഞ്ചാമത് തന്നെ അറിയോ? അതറിയാം. അൽഹംദുലില്ലാഹ് അല്ലാഹു കബൂലാക്കട്ടെ. അപ്പോ സഹോദരങ്ങളെ, നല്ലതൊക്കെ നമ്മുടെ മക്കൾ നമ്മളിൽ നിന്നാണ് കേട്ട് പഠിക്കേണ്ടത്. അതല്ല നമ്മൾ സീരിയൽ കണ്ടു കഴിഞ്ഞാൽ അതൊക്കെ പോയി. അതുകൊണ്ടാണ് ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയോട് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു കൊടുത്തു, ഫാത്തിമ, നിന്റെയും നിന്റെ അലിവിന്റെയും ജീവിതം കണ്ട നിന്റെ പ്രിയപ്പെട്ട മുന്നാര മക്കൾ പഠിക്കുന്നത് ഫാത്തിമ. അതുകൊണ്ട് ഫാത്തിമ, നിന്റെ മക്കളുടെ മുമ്പിൽ വെച്ച് മോശമായത് പറയല്ലേ ഫാത്തിമ, മോശമായത് കാട്ടല്ലേ ഫാത്തിമ. മദീനത്തിന്റെ പൂനിലാവേ മുഹമ്മദുർ റസൂലുള്ളാഹ്. എത്ര മക്കളുണ്ട് ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയ്ക്ക്? ഒന്ന് പറഞ്ഞു. ഈ സദസ്സിൽ നിന്ന് ഞാൻ നിങ്ങളെ കുറ്റം പറയല്ല, ചോദ്യം ചോദിക്കുമല്ല, നമ്മൾ പരസ്പരം നമ്മൾ അതിനുവേണ്ടി ഇപ്പൊ അങ്ങോട്ട് വന്നതാണ്. ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയ്ക്ക് എത്ര മക്കളുണ്ട്? ഇൻഷാ അല്ലാഹ് ഇവിടെ നിന്ന് പറയുന്നവർക്ക് ഇപ്പൊ വിളിച്ച് ആത്മാർത്ഥമായിട്ട് ഇപ്പൊ നല്ലതുപോലെ ദുആ ചെയ്യും. 2. പിന്നെത്ര 2 പറഞ്ഞോളി. അതിപ്പോ അങ്ങനാണല്ലോ. ഈ കൊച്ചു മക്കള് ഇപ്പൊ നമസ്കരിക്കാൻ വേണ്ടി പോയി നിൽക്കും. അപ്പം ഇപ്പൊ അടുത്ത് കണ്ട രംഗമാണ്, ബാപ്പ കൈ കെട്ടി. അപ്പൊ ഒന്നും അറിയാത്ത പാവപ്പെട്ട കുട്ടി സുന്നത്ത്. പിന്നെ ഇന്നിപ്പം നമ്മുടെ മാർഗല്യാണ്, കുട്ടികളുടെ മാർഗല്യാണ്. അതിപ്പോ നമ്മുടെ നാട്ടിൽ പൊതുവെ പറയല് സുന്നത്ത് കല്യാണം, സുന്നത്ത് കല്യാണം. സുന്നത്ത് കല്യാണം അല്ല, സുന്നത്ത് കല്യാണം നമ്മൾ ഈ കെട്ടിടമാണ് സുന്നത്ത് കല്യാണം എന്ന് പറയുന്നത്. മക്കളെ ആ കല്യാണത്തിന് വാജിബ് കല്യാണം എന്ന് പറയാം. യഥാർത്ഥത്തിൽ എന്താണ്? അത് വാജിബാണ്, അതല്ല സുന്നത്ത് കല്യാണം. ഇപ്പൊ നമ്മളൊക്കെ എല്ലാം സുന്നത്ത് കല്യാണം അല്ലേ? അങ്ങനെ അതെല്ലാം കഴിഞ്ഞിട്ട് മക്കളെ കൊണ്ട് പള്ളിയിൽ വരും. ബാപ്പ കൈകെട്ടി ഇവ ഇങ്ങനെ നിൽക്കും. ബാപ്പ ഫാത്തിഹ ഇവൻ ഇങ്ങനെ മേപ്പോട്ട് വെക്കും. വാപ്പ സുജൂദി പോകുമ്പോൾ എന്ത് ഇവ വാപ്പയുടെ മോളിൽ കയറി കിടക്കും. ഈ ഒരു കോലത്തിൽ. അപ്പൊ നമ്മളിപ്പോ എന്തെങ്കിലും ഇങ്ങനെ കുനിയാൻ കൂടെ കുനിയാന്ന് ചൊല്ലാണ്. അങ്ങനല്ല. 5 മക്കൾ. ഹസൻ ഹുസൈൻ ഹസൻ ഹുസൈൻ മുഹസിനും ഉമ്മൽകുൻ സൈനബൽ നഞ്ചു പൊൻകണി മാമറുകൾ പ്രസവിത്തോര അഗമീ മികന്തുള്ള ഫാത്തിമ ബിവി റളിയല്ലാഹു പൂനില പുതുമയ റളിയല്ലാഹു. അങ്ങനെയുള്ള ഫാത്തിമയോട് പറഞ്ഞു കൊടുത്തു, ഫാത്തിമ, അലിയേ, നിങ്ങൾ നല്ലതുപോലെ ജീവിച്ച് കാട്ടിക്കൊടുക്കണേ. നിങ്ങളുടെ മക്കള് അത് കണ്ടുകൊണ്ട് പഠിക്കട്ടെ അലിയേ, അത് കണ്ടുകൊണ്ട് പഠിക്കട്ടെ ഫാത്തിമ. അതുപോലെ എന്റെ പ്രിയപ്പെട്ടവർ ഇന്നത്തെ നാളിന്റെ സന്തോഷമായിട്ട് പറയാ, നമ്മൾ നല്ലത് കാട്ടിക്കൊടുത്ത അത് കണ്ടുകൊണ്ടാണ് നമ്മുടെ മക്കൾ വളർന്നു വരിക. പ്രിയപ്പെട്ട ഉപ്പേര കള്ളും കുടിച്ചുകൊണ്ട് വന്നിട്ട് പാതിരാത്രി സമയങ്ങളിൽ പ്രിയപ്പെട്ട മക്കൾക്ക് പോലും കിടന്നിറങ്ങാ സമ്മതിക്കാതെ പ്രിയപ്പെട്ട ഭാര്യ അടിച്ചും പിടിച്ചും കുത്തിയും നോപ്പിച്ചിട്ട് കിടത്തിയിറക്കുന്ന പ്രിയപ്പെട്ടവരുണ്ട്. നാളെ നിങ്ങളുടെ മക്കൾ നിങ്ങളെ കണ്ടുകൊണ്ടാ പഠിക്കുന്നത്. ബാപ്പ കുപ്പി എടുക്കുമ്പോ മക്കൾ വെള്ളം എടുക്കും, മക്കൾ വെള്ളം എടുക്കുമ്പോ മാവിനെന്താ ബാപ്പ ഒരു കുപ്പി എടുത്തുള്ളൂ. ഈ ഒരു അവസ്ഥയാകും അവസാനം അല്ലേ? ഈ ഒരു അവസ്ഥയായി മാറാൻ പാടില്ല. അതുകൊണ്ടാണ് നല്ലത് മാത്രം ചെയ്യുക. അതുകൊണ്ട് സന്ധ്യ സമയത്ത് മക്കളോട് കൽപ്പിക്കണം, മക്കള് എഴുന്നേൽക്കുന്നതിന് മുമ്പ് സ്കൂളിലെ പുസ്തകങ്ങൾ വായിക്കുന്നതിന് മുമ്പ് ഒരു 10 പ്രാവശ്യം എങ്ങനെ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചെയ്യപ്പെട്ടവരെ മക്കളോട് പറയാൻ നമുക്ക് എന്തിനാ മഴ തോന്നുക? അതുകൊണ്ട് പറയട്ടെ ഫാത്തിമ, ലാ ഇലാഹ ഇല്ലല്ലാഹ് അധികരിപ്പിക്കണേ ഫാത്തിമ. ഈ 3 കാര്യങ്ങൾ ഒരാൾ ശ്രദ്ധിച്ചു പോയ അസ്രായേൽ കടന്നു വരുമ്പോ അവനിക്ക് രക്ഷയാണ് ഫാത്തിമ, അവനിക്ക് രക്ഷയാണ് ഫാത്തിമ. ഈ 3 കാര്യം ഒരാൾ സൂക്ഷിച്ചാൽ അൽഹംദുലില്ലാഹ് അവന്റെ ജീവിതത്തിന് ഏറ്റവും നല്ല മാറ്റം. ഇല്ല എങ്കിൽ ഈ 3 കാര്യങ്ങൾ ഒരാൾ ശ്രദ്ധിച്ചിട്ടില്ല. 1 നമസ്കാരം, രണ്ടാമത്തേതാ? ഒന്ന് പറഞ്ഞ രണ്ടാമത്തേതാ? അൽഹംദുലില്ലാഹ് അല്ലാഹു തആല ഇവിടെ ഇരിക്കുന്നവർക്ക് മുഴുവൻ സ്വർഗം കൊടുക്കട്ടെ.
ആത്മാർത്ഥമായിട്ട് ആമീൻ പറഞ്ഞു. ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് ഒരു പവറില്ല, നിങ്ങൾക്ക് നല്ല പവറുണ്ട്. അള്ളാഹു ഇവിടെ ഇരിക്കുന്നവരുടെ ജോലിയിൽ നീ ബറക്കത്ത് കൊടുക്കണേ റഹ്മാൻ. അൽഹംദുലില്ലാ. അപ്പൊ അതുകൊണ്ട് നമ്മൾ എന്താണ്, അപ്പൊ രണ്ടാമത്തെ നമ്മുടെ നാവാൻ. മൂന്നാമത്തതോ പറയും ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഇത്രയും ചൊല്ലിയാൽ അസ്റാഈൽ അലൈഹിസ്സലാത്തു വസ്സലാം കടന്നു വരുമ്പോ നമുക്ക് രക്ഷപ്പെടാം. ഇല്ല എങ്കിൽ മലക്കുൽ മൗത്ത് കടന്നു വരികയാ. മരിക്കാൻ കിടക്കുന്ന മനുഷ്യന്റെ മുമ്പിലേക്ക് അസ്റാഈൽ കടന്നു വരികയാണ്. സുബ്ഹാനല്ലാഹ്. ഇതൊരു വല്ലാത്തൊരവസ്ഥ. മുത്തഖീങ്ങൾ അല്ലാഹു നമ്മെ അവരിൽ ഉൾപ്പെടുത്തട്ടെ. പതിയെ അങ്ങോട്ട് പറയൂല. ഇൻഷാ അല്ലാഹ് 10-20 മിനിറ്റ് പറഞ്ഞ് ഇന്ന് അവസാനിപ്പിക്കും. നാളെ നിങ്ങൾ എല്ലാവരെയും കൂട്ടിയേ വരാം. അതുകൊണ്ട് മലക്കുൽ മൗത്ത് നമ്മുടെ മുമ്പിലേക്ക് വരികയാണ്. ആ മലക്കുൽ മൗത്ത് നമ്മുടെ മുമ്പിലേക്ക് വരുമ്പോൾ ഈ 3 കാര്യങ്ങൾ ശ്രദ്ധിക്കാത്ത മനുഷ്യനാണെങ്കിൽ ആ അസ്റാഈലിന്റെ 2 പല്ലുകൾ, സുബ്ഹാനല്ലാഹ്, ഇന്ന് ഇവിടത്തെ ഇനി എത്ര ആളെ കൊണ്ടിട്ടും മൂർച്ച വരുത്തിയാലും അതിനേക്കാളൊക്കെ ഭയങ്കര മൂർച്ചയുള്ള പല്ലാണ്. ആ 2 പല്ലുകൾ ഈ മരിക്കാൻ കിടക്കുന്ന മനുഷ്യന്റെ കണ്ണിന്റെ ഭാഗത്തേക്ക്, മരിക്കാൻ കിടക്കുന്ന മനുഷ്യന്റെ കണ്ണിൽ ഇത്ര ചേർന്ന് നിൽക്കാൻ, ഇപ്പൊ കൊള്ളും പിന്നെ കൊള്ളൂ എന്നും പറഞ്ഞു. നമ്മൾ ഇങ്ങനെ ഒരാളെ കത്തിയെടുത്ത് കുത്തുന്നത് ഇപ്പൊ കുത്തും പിന്നെ കുത്തുവരം പോലെ ചേർന്ന് നിൽക്കാൻ. അപ്പോഴാണ് അസ്റാഈലിന്റെ ചോദ്യമെടാ മനുഷ്യ, എന്റെ ഹബീബിന്റെ വാക്കുകൾ നീ പുറങ്കാല കൊണ്ട് ചവിട്ടി തള്ളിയില്ലേ? അതുകൊണ്ട് നിന്റെ വേദന പിടിക്കാൻ പോകുന്നത് വല്ലാത്ത കോലത്തിലാണ്. അസ്റാഈൽ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ശരീരം മുഴുവനും രോമമാ. ആ രോമത്തിന്റെ അവസ്ഥ എങ്ങനെയെന്നറിയോ? അത് ആളിന്റെ രൂപത്തിലാണ്, മനുഷ്യന്റെ രൂപത്തിലാണ് രോമമുള്ളത്. യാ റബ്ബി, ആ മനുഷ്യന്റെ രോമത്തെയും ഇപ്പൊ എന്നെ പോലെ നമ്മളെ പോലുള്ള ആളുകളുടെ കോലമായിരിക്കും അസ്റാഈലിന്റെ ശരീരത്തിലുള്ള രോമം. ആ രോമത്തിന്റെ ഓരോ വായുകളിൽ കൂടി തീകൾ ഇങ്ങനെ പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കും. അപ്പൊ ഉസ്താദെ, നമ്മളാരും നമ്മുടെ വീട്ടിന്റെ അപ്പുറത്ത് ഉപ്പ മരിച്ചിട്ട് നമ്മളവിടെ പോയി നിന്നിട്ട് അന്ന് കണ്ടില്ലല്ലോ, കാണൂല, നമ്മളങ്ങനെ കാണല്. അങ്ങനെയാണ് ഞാൻ ഈ മൊബൈലിൽ കൂടി ഗൾഫ് രാജ്യത്തേക്ക് നമ്മുടെ ഒരു സഹോദരനെ വിളിക്കുന്നുണ്ട്. അദ്ദേഹം പോലും അറിയാതെ അദ്ദേഹം ഇപ്പൊ നമ്മുടെ സൗണ്ടല്ലേ കേൾക്കുന്നുള്ളൂ, സൗണ്ട് കേൾക്കുന്നുണ്ടല്ലോ, ഒന്നുമില്ല, ഒരു വയറോ കയറോ ഒന്നുമില്ല. എന്നിട്ട് അവിടെ നിന്ന് ഇവിടം വരുത്തുന്നത് നമ്മൾ വിശ്വസിക്കുന്നു അല്ലെ? ഈ ലോകത്തുള്ള എല്ലാം നമ്മുടെ ഈ ഒരൊറ്റ ഇതിനകത്തൂടെ കാണാൻ പറ്റുന്നു. എന്നാൽ നമ്മൾ വിശ്വസിച്ച് മതിയാവും. ഈ മൊബൈൽ നമ്മൾ വിശ്വസിക്കുന്നുണ്ട് എങ്കിൽ അതിനേക്കാൾ അപ്പുറം നമ്മൾ വിശ്വസിച്ച് മതിയാവൂ. എന്റെ പ്രിയപ്പെട്ടവരെ, രക്ഷയില്ല. അതുകൊണ്ട് പറയുകയാ, അസ്റാഈലിന്റെ രോമത്തിന്റെ വായുകളിൽ കൂടിയിട്ട് തീകൾ ഇങ്ങനെ പുറത്തോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. ഈ 3 കാര്യങ്ങൾ ശ്രദ്ധിക്കാത്ത മനുഷ്യരാണെങ്കിൽ സുബ്ഹാനല്ലാഹ്, അവൻ വാദിട്ട് കൊണ്ട് നിലവിളിക്കാൻ വരികയാ. അവന്റെ മക്കളെ വിളിക്കാൻ പോകുകയാ, അവന്റെ ഭാര്യ വിളിക്കാൻ പോകുകയാ. ആരൊക്കെ വിളിച്ചാലും പ്രിയപ്പെട്ടവരെ, അസ്റാഈൽ നിനക്ക് രക്ഷയില്ല, അസ്റാഈൽ നിനക്ക് വിജയമില്ല. അസ്റാഈൽ നിന്റെ റൂഹിനെ പിടിക്കുകയാ. സുബ്ഹാനല്ലാഹ്. മരണത്തിന് ഒരുപാട് വേദനകളുണ്ട്. അതിന്റെ ഏറ്റവും ചെറിയ വേദന എന്ന് പറഞ്ഞ 3000 തവണ മൂർച്ചയുള്ള വാളുകൊണ്ടൊരു മനുഷ്യന്റെ ശരീരത്തേക്ക് അരിഞ്ഞരിഞ്ഞ് വീഴ്ത്തുന്നത് പോലെയാ മരണത്തിന്റെ ചെറിയൊരു വേദനയെന്ന് മദീനത്തിന്റെ രാജകുമാരാ മുഹമ്മദുർ റസൂലുള്ളാഹ്. അല്ലാഹുവിന്റെ റസൂലാണ് പഠിപ്പിക്കുന്നത്. തീർന്നിട്ടില്ല പ്രിയപ്പെട്ടവരെ, തീർന്നിട്ടില്ല. നല്ല നല്ല മനുഷ്യന്മാരുടെ റൂഹിനെ പിടിച്ചപ്പോൾ അവരെല്ലാം മുട്ടിക്കരഞ്ഞു പോയല്ലോ. അല്ലാഹുവിന്റെ അടുക്കലേക്ക് ബഹുമാനപ്പെട്ട റൂഹുല്ലാഹി ഈസാ അലൈഹിസ്സലാത്തു വസ്സലാം കടന്നു ചെന്നപ്പോ അല്ലാഹു ചോദിച്ചു, ഈസ നബിയേ എങ്ങനെയുണ്ടായിരുന്നു മരണമെന്ന് ചോദിച്ചപ്പോ അവിടെന്ന് പറഞ്ഞു, തിളക്കുന്ന എണ്ണയിലേക്ക് ജീവനുള്ള കുരുവിയെ പിടിച്ചിടുമ്പോ അതെങ്ങനെയാണോ പിടഞ്ഞു മറുക്കുക, അതിനേക്കാൾ 70 ഇരട്ടി വേദനയാണ്. അല്ലാഹ് മൂസ നബി അലൈഹിസ്സലാത്തു